മൂന്ന് സ്റ്റാറുകളുമായിട്ട് നമ്മളുടെ 3 പിരമിഡ് ഈസ് പെർഫെക്റ്റ്ലി അലൈൻഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 ഇതുപോലെയും 1 ചരിഞ്ഞു ഇരിക്കുകയാണ്. അപ്പോൾ അത് മോഡേൺ ആസ്ട്രോണമി അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ ടെലസ്കോപ്പുകൾ അല്ലെങ്കിൽ അതിലും വലിയ ടെക്നോളജി നമുക്ക് ഇപ്പോൾ കിട്ടിയപ്പോഴാണ് നമുക്ക് ഈ 2 ഇങ്ങനെ 1 തിരിഞ്ഞിരിക്കുകയെന്ന് മനസ്സിലായത്. വിമാനശാസ്ത്ര എന്ന് പറയുന്ന ഒരു ശാസ്ത്രം നമ്മുടെ ഇന്ത്യൻ ടെക്നോളജിയിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വിമാനശാസ്ത്രത്തിൽ ഇവർ പറഞ്ഞേക്കുന്ന ഹൈലി ഫെറസ് ലിക്വിഡ് മെറ്റൽ നമ്മളുടെ 6000 അല്ലെങ്കിൽ 7000 വർഷങ്ങൾക്ക് മുന്നേ എഴുതിയ ഗ്രന്ഥങ്ങളുള്ള വിമാനശാസ്ത്രയിലുള്ളതാണ്. ഹൈലി ഫെറസ് ലിക്വിഡ് മെറ്റീരിയൽ എന്താണ് ഹൈ സ്പീഡിൽ കറക്കിയിട്ട് അതിനകത്തേക്ക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ആൻറ്റി ഗ്രാവിറ്റേഷണൽ സാധനങ്ങൾ ഉണ്ടാവും. മെർക്കുറി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഇൻ എന്താ പറയണ ഈ ഈജിപ്ഷ്യൻ മിത്തോളജി, ഈജിപ്ഷ്യൻ, ഹിന്ദു, സുമേറിയൻ എല്ലാം ഗോഡ്സുമായിട്ട് പിടിച്ചു വന്ന് ആളുകളെ കൊന്നു. എന്നിട്ട് ഈ ബ്രിട്ടീഷുകാർ തെണ്ടിച്ചറ്റകൾ ഇവരെ ചാവാനും ഇവരെ പെട്ടെന്ന് കൊല്ലാനും വേണ്ടി ഒരു നിയമം ഇറക്കി. So, ladies and gentlemen, welcome back to another podcast. തുടക്കത്തിൽ ഫോൺ എടുത്തെറിഞ്ഞു, സൈലന്റ് ആക്കിയില്ല. So, how are you bro? Good. എടാ കഴിഞ്ഞ വീഡിയോയിലെ റെസ്പോൺസസ് വാസ് ഗുഡ്. സത്യം. ഈ വീഡിയോയുടെ താഴെയായിരിക്കും നമ്മൾ മറ്റേ ഇതിടുന്നത്, കമ്മ്യൂണിറ്റി. ഗൈസ്, അതേപോലെ ഒരു കാര്യം പറയാണ്ട്, ഞങ്ങളുടെ ഫസ്റ്റ് ഗസ്റ്റ് എന്നൊക്കെ വേണേൽ പറയുന്ന ഒരാൾ നെക്സ്റ്റ് പോഡ്കാസ്റ്റിൽ നിങ്ങൾ മീറ്റ് ചെയ്യും. ആൻഡ് അമേസിങ് പേഴ്സൺ. അതേപോലെ തന്നെ നിങ്ങൾക്ക് താന്ത്രിക് പുള്ളിക്കാരി എന്താ പറയുന്നത്, പുള്ളിക്കാരി എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. എനിക്ക് ബാംഗ്ലൂർ വെച്ച് കുറച്ച് നാളത്തെ പരിചയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോഡ്കാസ്റ്റ് ഒക്കെ കണ്ട് കുറച്ച് കാലത്തേക്കിന് ശേഷം കമ്മ്യൂണിക്കേഷനായി. ആൻഡ് ഷീ ഈസ് കമ്മിങ് ടു അവർ പോഡ്കാസ്റ്റ്. ഷീ ഈസ് ഡൂയിങ് ഹർ PhD ഇൻ താന്ത്രിക് സ്റ്റഡീസ് ആൻഡ് സംഭവങ്ങൾ. ഡോക്ടറേറ്റ് ആയിട്ടില്ല, അതിന് മുന്നേ നമുക്ക് കൊണ്ടുവരണം. കഴിഞ്ഞാൽ ചിലപ്പോൾ ജാടയായി പോകും. പിന്നെ ഡോക്ടർമാർക്കൊക്കെ വരാൻ പാടാണല്ലോ, അപ്പം അതുകൊണ്ട് വരുന്നു. ആൻഡ് ഷീ ഹാഡ് ഡൺ ഇൻ്റർനാഷണൽ റിലേഷൻസ് ഇൻ ശ്രീലങ്ക, PG ചെയ്തതാണ്. അപ്പോൾ ഹൈലി സ്കിൽഡ് ആൻഡ് ഹൈലി നോളജബിൾ പേഴ്സൺ ആണ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ഒരു പൊതുവേദിയിൽ സംസാരിക്കാൻ പറ്റാത്തത് എന്ന് വെച്ചാൽ ആളുകൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്തതുമായ ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് എപ്പോഴും ചെയ്യുന്നതുമായ ടോപ്പിക്കുകളെ പറ്റി ഒരു ഡീപ്പ് ഡൈവ്. സോ തന്ത്രാസ്, യന്ത്രാസ്, മന്ത്രാസ്, ഈ സാധനങ്ങളെല്ലാം നമ്മൾ സംസാരിക്കും. കീപ് ഇറ്റ് എ സർപ്രൈസ്. ഓക്കെ. എന്തായിരിക്കും ഇന്നത്തെ അജണ്ട? വാട്ട് യു വാണ്ട് ടു ടോക്ക്? ഇന്നത്തെ സംഭവം നമുക്ക് കുറേ കാര്യങ്ങൾ ടച്ച് ചെയ്ത് പോകണം. ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് സോ മെനി തിങ്സ് ആൻഡ് ഐ വാണ്ടഡ് ടു നോ ഇഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദീസ് തിങ്സ്. കാരണം നിങ്ങൾ ഈ പേരൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. കുമാരികാണ്ഡം, സരസ്വതി റിവർ എന്ന് പറയുന്ന സ്ഥലം, പിന്നെന്താണ് അന്റാർട്ടിക്കയെ പറ്റി, പിന്നെ നമുക്ക് സംസാരിക്കാനുള്ള പിരമിഡുകളെ പറ്റി സംസാരിക്കണം. പിന്നെ നമുക്ക് പിരമിഡ് തുടങ്ങിയല്ലോ. എനിക്ക് കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്, പക്ഷെ ഡീപ്പ് അല്ലെ ഡെപ്തിലോട്ട് പോയിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ വെച്ചിട്ട് റിസർച്ച് ചെയ്ത് അവിടെ എവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ റിസർച്ച് അല്ല, എന്നാലും ChatGPT ബാക്കിയുള്ള റിസോഴ്സസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴും അവർ ലിമിറ്റഡ് അറിവേ നമുക്ക് തരത്തുള്ളൂ. അത്രേ ഉള്ളൂ. നമുക്ക് കൂടുതൽ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇവർ നമ്മളെ ബ്ലോക്ക് ചെയ്യും. നമുക്ക് ഇൻഫർമേഷൻ ബ്ലോക്ക്ഡ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ ഇവർ ഇൻഫർമേഷൻ മാറ്റും. ഐ ആം നോട്ട് എ പ്രൊഫഷണൽ എന്നൊക്കെ പറഞ്ഞോളും. ChatGPT ഒക്കെ ഞാനിത് പറയാൻ പ്രൊഫഷണൽ അല്ല, അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞോളെ. സോ അത് നമുക്ക് സസ് അടിക്കും. സോ വാട്ട് ഈസ് വൺ മൈൻഡ് ബ്ലോയിങ് ഫാക്ട് അബൌട്ട് പിരമിഡ്സ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, നമ്മൾ ഇപ്പോഴും വിചാരിച്ചേക്കുന്നത്, നമ്മളോട് പറഞ്ഞേക്കുന്നത് അത് ഈ അടുത്തിടെ പണിഞ്ഞതാണ്. ഈ അടുത്തിടെ മീൻസ് റിലേറ്റീവ്ലി ലൈക്ക് 2000 to 4000 years ago പണിഞ്ഞതാണെന്നാണ് നമ്മുടെ മെയിൻ സ്ട്രീം ഹിസ്റ്റോറിയൻസ് പറഞ്ഞേക്കുന്നത്. ബ്രോ, നമുക്കും നിനക്കും കാണുന്നവർക്കും അറിയാവുന്ന പോലെ മെയിൻ സ്ട്രീം ഹിസ്റ്റോറിയൻസ് ആർ BS. കാരണം ദേ ആർ ഫുൾ ഓഫ് കളത്തരം ആൻഡ് അജണ്ടാസ് ദാറ്റ് ദേ ലൈ ടു ദ ഹോൾ വേൾഡ്. തെറി പറയത്തില്ല ഗൈസ്, ഞാൻ തെറി ഫാമിലി ഫ്രണ്ട്ലി പോഡ്കാസ്റ്റ്. യെസ്. അഥവാ ഇനി എന്തെങ്കിലും അറിയാതെ വായി വന്നാലും ഞങ്ങളത് ബ്ലർ ചെയ്യും, അതുകൊണ്ട് ധൈര്യമായിട്ട് കണ്ടോ. എനിക്ക് റീസെന്റ് പിരമിഡ്സിനകത്ത് ഉണ്ടായ മറ്റേ സംഭവമുള്ളൂ,
ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആദ്യം തോന്നിയെന്ന് പറഞ്ഞാൽ പണ്ട് ഈ പിരമിഡ്സ് മറ്റേ ട്രയാങ്കുലർ 3 പിരമിഡ്സ് അടുപ്പിച്ചിരിക്കുന്നതിന്റെ പേര് വരുന്നത് ഗീസയിലെ പിരമിഡ്. അത് തന്നെ. അത് 3ഉം ഹിസ്റ്റോറിയൻസ് പറയാ ജോമെട്രിക്കലി മിസ്അലൈൻഡ് ആയിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരങ്ങനെയായിരുന്നു അന്ന് അതിനെ കോണ്ടെക്സ്റ്റിൽ എഴുതിയേക്കുന്നത്. ജോമെട്രിക്കലി മിസ്അലൈൻഡ് ആയിരുന്നു, ജോമെട്രി വെച്ച് 3ഉം കറക്റ്റ് ആംഗിൾ അല്ല വന്നേക്കുന്നത്. അതൊന്നാമത്തെ സംഭവം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അതിന്റെ താഴോട്ടൊന്നുമില്ല, ജസ്റ്റ് എന്ന് വെച്ചാൽ ഒരെണ്ണം ചരിഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത് അവര്. രണ്ടാമത് പുള്ളിക്കാരെ എഴുതിയേക്കുന്നത് 3ന്റെ അകത്തും പൊള്ളയാണ്ടല്ലേ, 2 ചേംബർ ഉണ്ടല്ലോ, അത് നോ കോൺസ്പിറസി ഓർ അതിന്റെ കാര്യമില്ല. പക്ഷെ അത് രണ്ടും പൊളിഞ്ഞിരിക്കും. ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ആംഗിൾ ചരിഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് വോട്ട് ചെയ്യുന്നു. ആംഗിൾ ചരിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ റീസെന്റ് നമ്മളൊരു ഡിസ്കവറി നടത്തി, ദ ഒറയോൺസ് ബെൽറ്റ്. ഒറയോൺസ് ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റലേഷനിൽ 3 വലിയ സ്റ്റാർ സിസ്റ്റംസ് ഉണ്ട്. ഒറയോൺ, എ, ബി, അങ്ങനെ എന്തോ പറയുന്നത്. അപ്പോൾ അതിനകത്ത് 3 സ്റ്റാറുകളുമായിട്ട് നമ്മളുടെ 3 പിരമിഡ് ഈസ് പെർഫെക്റ്റ്ലി അലൈൻഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 എണ്ണം ഇതുപോലെയും 1 എണ്ണം ചരിഞ്ഞു ഇരിക്കുകയാണ്. അപ്പോൾ അത് മോഡേൺ ആസ്ട്രോണമി അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ ടെലസ്കോപ്പുകൾ അല്ലെങ്കിൽ അതിലും വലിയ ടെക്നോളജി നമുക്ക് ഇപ്പോൾ കിട്ടിയപ്പോഴാണ് നമുക്ക് ഈ 2 എണ്ണം ഇങ്ങനെ 1 എണ്ണം തിരിഞ്ഞു ഇരിക്കുകയെന്ന് മനസ്സിലായത്. ആൻഡ് അവർ പിരമിഡ്സ് ഇൻ ഗീസ ആർ എക്സാക്ട്ലി ഡിറ്റോ. എന്ന് പറഞ്ഞാൽ നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിയും ബെറ്റർ ടെക്നോളജി അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു പ്ലെയിൻ എവിഡൻസ് അല്ലേ അത്? 100%. കാരണം ലോകത്ത് എവിടെ പോയാലും നമ്മളെക്കാട്ടി ബെറ്റർ ടെക്നോളജി ഉള്ള സിവിലൈസേഷൻസ് ജീവിച്ചിരുന്നു എന്നുള്ള തെളിവുകൾ മാത്രമേ ഉള്ളൂ. ഇൻഫാക്ട് നമ്മൾ ഈ ചാനൽ തുടങ്ങാനും എനിക്ക് ഈ ചാനൽ തുടങ്ങാനുള്ള പ്രചോദനവും എല്ലാം ഏൻഷ്യൻ ടെക്നോളജികളെ പറ്റി പഠിച്ചു പോയി. ഐ വാസ് ലൈക്ക് ഫാബ്ലഗാസ്റ്റഡ്. ആ വാക്കുണ്ടല്ലോ, ലിറ്ററലി ആ വാക്കാണ്. നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന എക്സാമ്പിൾ എടുക്കുമല്ലോ, കൈലാസ ടെമ്പിൾ അറ്റ് എലോറ. കൈലാസ ടെമ്പിൾ അറ്റ് എലോറ, ദ പിരമിഡ്സ് ഓഫ് ഗീസ. ഗൈസ്, ഡോണ്ട് വറി, ഒരു 1.5 മണിക്കൂർ പോഡ്കാസ്റ്റ് ഞങ്ങൾ ഇതിന് 2 വേണ്ടി മാത്രമായിട്ട് ചെയ്യും. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിരമിഡ് എന്താണ്, എവിടുന്നാണ്, ഞങ്ങൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ പിരമിഡ് കിട്ടി എന്ന് പറയുന്ന സാധനം, പണിഞ്ഞു എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് പണിഞ്ഞെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് പണിഞ്ഞെന്ന് ആരാ പറയുന്നത്? ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ആണ് ഇതെല്ലാം പറയുന്നത്. ഈ എക്സ്കവേറ്റേഴ്സും ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസും ലോകം മുഴുവൻ പോയി പിടിച്ചടക്കി തോക്കും കൊണ്ട് കൊന്നിട്ട് അവിടെ ഉള്ള പിരമിഡിന് ഇതാണ് കഥ, ഇവിടെ വന്ന് എല്ലോറയ്ക്ക് ഒരു കഥ ഇടുന്നു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാനൊരു പോയിന്റ് ചോദിച്ചോട്ടെ. അതിനൊരു ഭയങ്കര കിട്ടലും കോൺട്രൂഗിങ് ഒരു വാക്കുകൊണ്ട് ഒരു എവിഡൻസ് ഉണ്ട്. സംഭവം ഇൻട്രൂഗിങ് എവിഡൻസ് സംഭവം എന്ന് വെച്ചാൽ അവിടെ ഉള്ള പോപ്പുലേഷന്റെ മറ്റേ ബെറിയൽ സൈറ്റ്സ് നോക്കുമ്പം മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഹാഡ് ബെൻഡ് സ്പൈൻ. ബെൻഡ് സ്പൈൻ ആയിരുന്നു അത് ബെറിയൽ സൈറ്റ്സ്. അവരുടെ എല്ലാവരുടെയും ഇത് സ്കള്ളും ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ MRI ഒക്കെ നോക്കുമ്പോൾ എല്ലാവർക്കും ഇവിടെ സ്പൈനിൽ ഡാമേജ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ഡയറക്റ്റ് എവിഡൻസ് സ്റ്റേറ്റിംഗ് അവർ എന്തോ ഹെവി മെറ്റീരിയൽസും ഒബ്ജക്റ്റും ഒരു പ്രൊലോങ്ഡ് പീരീഡിലേക്ക് ഒരു പോയിന്റ് ഓഫ് എന്ന് ഒരു പോയിന്റ് ഓഫ് ബിയിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ദേ വേർ ലേബറേഴ്സ്. അപ്പം അതാണ് എന്നെ സംബന്ധിച്ച് പിരമിഡ് ഓഫ് ഗീസ ഇപ്പോഴും എന്താ മാൻ ബിൽഡ് ചെയ്തെന്ന് പറയുന്നതിനകത്ത് ഒരു സ്ട്രോങ് എവിഡൻസ്. അതിനകത്ത് ഒരു ഇതുണ്ട്. ഫസ്റ്റ് തിങ് ഈസ് മെയിൻ സ്ട്രീം ഹിസ്റ്റോറിയൻസ് ആർ പുഷിംഗ് ദിസ് തിയറി. രണ്ടാമത്, വി ആർ ബ്ലൈൻഡ് പീപ്പിൾ ഹു ബിലീവ് ദാറ്റ് ഈ വർഷം 2000 വർഷങ്ങൾക്ക് മുന്നേ, 5000 വർഷങ്ങൾക്ക് മുന്നേ, അല്ലെങ്കിൽ 10,000 കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നത്. ബ്രോ, ഇമാജിൻ എ ഗൊറില്ല സ്കെലിട്ടൺ ഒരു ഗൊറില്ലയെ പോലുള്ള ഒരു സ്പീഷീസ് അല്ലെങ്കിൽ നിയാൻഡർത്താൾ പോലെ നമുക്കറിയാത്തൊരു സ്പീഷീസ് ജീവിച്ചിരുന്നെങ്കിൽ എവറിത്തിങ് ഇൻ എക്സെപ്റ്റ് ഹോമോസേപ്പിയൻസ് ആർ ഹാവിങ് എ ബെൻഡ് സ്പൈൻ. അവരൊരു ഗൊറില്ല നേച്ചറിലാണുള്ളത്, അവരൊരു ഏപ്പ് നേച്ചറിലാണുള്ളത്. സോ യു ആർ സ്റ്റേറ്റിംഗ് ദാറ്റ് ആ കണ്ടെടുത്തിയ സ്പൈൻസ് ഹോമോസേപ്പിയൻസ് അല്ലാതെ ഹോമോ ഇറക്ടസോ ഹോമോ വേറെ ഹോമോ രീതിയിൽ വരുന്ന അല്ല. അത് കാരണം നമ്മൾ ഈ പിരമിഡിനെ പറ്റി ഡിബേറ്റ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും, ഇപ്പൊ നീ പറഞ്ഞ ഇൻഫർമേഷനും ഞാൻ പറഞ്ഞ ഇൻഫർമേഷനും, ദീസ് ആർ ഗിവൺ ഔട്ട് ബൈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ്. അതൊരു ബ്രിട്ടീഷ് ഹിസ്റ്റോറിയനാണ്. പക്ഷേ ഈജിപ്ഷ്യൻ കഥകൾ, ഞാനിപ്പോൾ പിരമിഡിനെ പറ്റി അടുത്ത എപ്പിസോഡ് ഞങ്ങൾ ചെയ്യുന്നു പറഞ്ഞില്ലേ, അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലാക്കിയതാണ് ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റേഴ്സിലും ഈജിപ്ഷ്യൻ മിതോളജിയിലും 10,000 കണക്കിൽ അല്ലെങ്കിൽ 8,000, 7,000 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ആളുകൾ വന്നപ്പോൾ അവിടുത്തെ ഇപ്പോൾ നമ്മൾ ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് എന്ന് പറയത്തില്ലേ, ഈ ഗോഡ്സ്, മറ്റേ അനൂബിസ്, റാ, കായൊക്കെ, ദേ ഫൗണ്ടഡ് ദി പിരമിഡ്. മനസ്സിലായോ? ദേ ഡിഡ്ന്റ് ബിൽഡ് ദ പിരമിഡ്. വെൻ ദേ റീച്ച് ഹിയർ ദ പിരമിഡ് വാസ് ഓൾറെഡി ദെയർ എന്ന് പറഞ്ഞാൽ ദിസ് വാസ്
this is the direct evidence that pyramid were existing before the flood. സോ ഹൗ കെൻ യു സ്റ്റേറ്റ് ദാറ്റ്? ഇങ്ങനെ ഒരു കോൺട്രഡിക്റ്റിംഗ് പോയിന്റ് വെക്കണം പറയുമ്പോൾ വാട്ട് ഈസ് യുവർ സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്? സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് എന്താന്ന് പറഞ്ഞാൽ ഇവരുടെ സ്ക്രിപ്റ്റേഴ്സിൽ, ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസിന്റെ സ്ക്രിപ്റ്റേഴ്സിൽ അവർ പറയുന്നത്, ഞങ്ങൾ ഈജിപ്ഷ്യന്റെ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ രാജാക്കന്മാര് ഇത് കണ്ടാണ് ഞങ്ങൾ ഇവിടെ സെറ്റിൽ ചെയ്യുന്നത്. മനസ്സിലായോ? സോ ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് വന്നപ്പോൾ തന്നെ ദിസ് ഈസ് ഓൾറെഡി ബിൽഡ് ബട്ട് അബാൻഡൻഡ്. സോ അങ്ങനെ ഒരു സാധനം വരണമെങ്കിൽ ദ ഡയറക്റ്റ് എവിഡൻസ് പറയുന്നത് ഫ്ലഡിന് മുന്നേ പടിഞ്ഞിട്ട് ഫ്ലഡ് കഴിഞ്ഞ് സിവിലൈസേഷൻ വൈപ്പ് ഔട്ട് ആയി പോയതാണ്. അല്ലാതെ ഇത് അങ്ങനെ വരത്തില്ല. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ഈ സാധനം ഉള്ളത് നമ്മളിപ്പോൾ ഡെസേർട്ട് എന്ന് വിചാരിക്കുന്ന സാധനങ്ങൾ, ഇൻക്ലൂഡിങ് ഈ ഗീസയിലെ ഡെസേർട്ട്, സഹാറ, ഗീസ, പല ഡെസേർട്ടുകളും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ കൂടെ പോയി കാണത്തില്ല. ദീസ് ഡെസേർട്ട് വെയർ ആക്ച്വലി സീ ബെഡ് ഇൻ പ്രീ ഹിസ്റ്റോറിക് ടൈംസ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കടലിൻ്റെ അടിയിൽ പോയി, ബീച്ചിൻ്റെ അടിയിൽ പോയി മണ്ണ് തപ്പുന്ന അതേ സാധനം, മണ്ണ് പോയ ആ വെള്ളം പോയാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഡെസേർട്ട്. എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക, ഇങ്ങനെ ഒരു എർത്തിനകത്ത് അവരുടെ ജിയോഗ്രഫി മാറാൻ എന്തെങ്കിലും കോസ്മിക് ഇവന്റ്സോ അതേപോലെ വാട്ട് മേ ബി ദ റീസൺസ് സ്റ്റേറ്റിംഗ് ഇഫ് യു ആർ ട്രൂ അല്ലെ ഇഫ് യു ആർ യെസ് ഐ അണ്ടർസ്റ്റാൻഡ്. ഇത് മാറണമെങ്കിൽ നമ്മുടെ നീലേഷ് ഷോക്ക് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ ഉണ്ട്. ഈസ് എ ബ്രില്യൻ ഗായ്, ഈസ് ഡീകോഡിങ് രാമായണ. ആൻഡ് പുള്ളിയെക്കാരുടെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യണം. പുള്ളി വരുമെന്നല്ല, പുള്ളിയെ പറ്റി. അപ്പോൾ പുള്ളി പറഞ്ഞത്, ഈ ടെക്നോണിക് ഷിഫ്റ്റ് പോലെ ലോകത്ത് പല കാരണങ്ങൾ മൂലവും ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇങ്ങനെ ഗ്ലോബലി മാറിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ നോർത്ത് പോൾ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലം, നമ്മൾ നോർത്ത് ആർട്ടിക് എന്ന് പറയത്തില്ലേ, ഒരു 4000 അല്ലെങ്കിൽ 5000 അല്ലെങ്കിൽ 7000 വർഷം ഒരു ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ഗ്രീൻലാൻഡ് ആൻഡ് കാനഡ. കാരണം എർത്ത് ഈസ് നോട്ട് സ്പിന്നിംഗ് ഇൻ എ പെർഫെക്റ്റ് സർക്കിൾ. ആ സ്പിന്നിങ്ങിന് മാത്രമാണ് ഈ നോർത്ത് പോൾ മാറിക്കൊണ്ടിരിക്കും. ഈ നോർത്ത് പോൾ മാറിക്കൊണ്ടിരിക്കുന്നിടത്ത് പോലെ പലയിടത്തും പല ഐസേജുകൾ വരും. ഇതിന്റെ സബ്സിക്വന്റ് കോൺസിക്വൻസസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ, നമ്മുടെ ആമസോൺ റെയിൻ ഫോറസ്റ്റ്, ഇറ്റ് വാസ് എന്താ പറയുന്നത്, പണ്ട് കാലത്ത് അതിലേക്കൂടെ നദിയും കടലുമായിരുന്നു എന്നാണ് പറയുന്നത്. ആ കടലും നദിയുടെയും നറിഷ്മെന്റും ഫ്ലറിഷ്മെന്റും ഊരിപ്പോയതിന് ശേഷം ആ ബെഡിൽ വളർന്ന കാടുകളാണത്. അതുപോലെ തന്നെ അന്റാർട്ടിക്ക ഇതിനെപ്പറ്റി നമ്മൾ ഈ എപ്പിസോഡിൽ പറയുന്നുണ്ട്. ഇറ്റ് വാസ് എ വെരി ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം പറഞ്ഞത്. സി ഫ്രം അവർ ചൈൽഡ്ഹുഡ് വി ആർ ടോട്ട് ടു തിങ്ക് എർത്ത് ഇങ്ങനെ മാത്രമേ കറങ്ങത്തുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഗൈസ് ഒരു പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈംസ് എത്തുമ്പോൾ പോളും ഷിഫ്റ്റ് ആവും കേട്ടോ, കറങ്ങി. അതിന്റെ കറക്റ്റ് വാക്ക് എനിക്ക് ഓർമ്മയില്ല. അതൊരു സയന്റിഫിക് വാക്കുണ്ട്. ദിസ് ഈസ് നോട്ട് തിയറി, ദിസ് ഈസ് മെയിൻ സ്ട്രീം സയൻസ്. പക്ഷെ നമ്മളെ അത് പഠിപ്പിക്കത്തില്ല. ഇപ്പം MSc കഴിഞ്ഞ് വലിയ ജോഗ്രഫിയിലോ ഒക്കെ പോകുമ്പോൾ അവർക്കത് പറഞ്ഞു കൊടുക്കും. ബ്രോക്കീസിനോ അല്ലെങ്കിൽ സാധാരണ പെസൻസിന് ആ ഇൻഫർമേഷൻ വേണ്ട എന്നാ പറയുന്നത്. ബിക്കോസ് വി സ്റ്റാർട്ട് തിങ്കിങ് ടു മച്ച് ആൻഡ് വി സ്റ്റാർട്ട് ക്വസ്റ്റ്യനിങ് ടു മച്ച് തിങ്സ്. ദ ഗവൺമെന്റ് ഡസന്റ് വാണ്ട് ദാറ്റ്. അപ്പൊ അങ്ങനെ ജിയോഗ്രഫി മാറി. യു ആർ സ്റ്റേറ്റിംഗ് ദാറ്റ് സഹാറ പോലത്തെ ഈജിപ്ഷ്യന്റെ മെസപ്പൊട്ടോമിയൻ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തൊക്കെ ഒരു ലഷ് ഗ്രീൻ അല്ലെങ്കിൽ വാട്ടർ പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് എന്റെ തിയറി അല്ല. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഗീസയിൽ ഡെസേർട്ടിന്റെ അവിടെ വെയിൽ ബോൺസ് കിട്ടുന്നത്? എൻറ്റയർ ഫോസിൽസ് ഓഫ് വെയിൽസ് കിട്ടിയിട്ടുണ്ടോ? 100%. ദിസ് ഈസ് നോട്ട് എ സീക്രട്ട്, നോട്ട് കോൺസ്പിറസി, ആൻഡ് ദിസ് ഈസ് മെയിൻ സ്ട്രീം സയൻസ്. വെയിൽസിന്റെയും വലിയ ലാൻഡ് മാമൽസിന്റെയും ഫോസിലൈസ്ഡും അല്ലാതെ സ്കെലിറ്റൻസും പ്രിസർവ്ഡ് ആയിട്ട് നമുക്ക് കുറച്ച് ഡീപ്പിലോട്ട് പോയപ്പോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പോപ്പുലേഷൻ വരുന്നത് തന്നെ. മാത്രമല്ല പിരമിഡ് ഓഫ് ഗീസയുടെ ഇത് എടുത്തു കഴിഞ്ഞാൽ മുകളിലത്തെ സ്ട്രക്ചേഴ്സ് പിന്നെ ഇൻടാക്റ്റ് ആണ്. താഴോട്ട് വരുന്നോറും അവിടെ കുറച്ച് സ്പിങ്സ് ഒക്കെ ഇല്ലേ, സ്പിങ്സിന്റെ ഒക്കെ ഒരു അടിക്ക് ശേഷം താഴോട്ട് വി ക്യാൻ സീ ദ പാറ്റേൺസ് ഓഫ് ഇറോഷൻ ത്രൂ റണ്ണിങ് വാട്ടർ. കാരണം അത് ചിസൽ ചെയ്ത് കളഞ്ഞല്ല, താഴെ മാത്രം നശിച്ചിരിക്കുന്നു. അപ്പൊ നശിച്ചത് കട്ടയായിട്ടല്ല ഇളകി പോയേക്കുന്നത്, നല്ല സ്മൂത്തായിട്ട് ഫിനിഷ് ചെയ്ത് ഇളകി പോയേക്കുന്നത്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ പ്രൂഫ് ഓഫ് വാട്ടർ ഇറോഷൻസ് ഫോർ ഹൺഡ്രഡ്സ് ഓർ മേ ബി തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. അത് ചിലപ്പോൾ കടലായിരിക്കാം, കരയായിരിക്കാം. പക്ഷെ ഇതൊന്നും നമ്മൾ പഠിക്കാൻ പാടില്ല. ഈ വെയിലിന്റെ ബോൺസ് കിട്ടിയത് നമ്മൾ അറിയാൻ പാടില്ല. എന്തിനാ? നമ്മുടെ സഹാറ ഡെസേർട്ടിൽ നിന്ന് വെയിലിന്റെ ബോൺസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നിന്ന് വെയിൽസിന്റെ ബോൺ കിട്ടിയിട്ടുണ്ട്. ഹൗ? ബിക്കോസ് മെറീൻ ലൈഫ് ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ്. എന്ന് പറഞ്ഞാൽ ഇത് മാറിക്കൊണ്ടേയിരിക്കും നമ്മളുടെ ഇപ്പോഴത്തെ തിയറി അനുസരിച്ച്. ഞാൻ ഇങ്ങനെ ഒരു സാധനം വരുവാണെങ്കിൽ സിറ്റി ഓഫ് അറ്റ്ലാന്റിസ് മൈറ്റ് ബി ട്രൂ.
സിറ്റി ഓഫ് അറ്റ്ലാന്റിസ് മൈറ്റ് ബി അല്ല, ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് അത് നമ്മളുടെ കോൺഷ്യസ്നെസ്സിൽ കൂടെ 10,000 അല്ലെങ്കിൽ 9,000 അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ താണ്ടി ഞാനും നീയും ഇവരും ഇതിനെ പറ്റി ഇവിടുന്ന് പറയണമെങ്കിൽ ഇറ്റ് എക്സിസ്റ്റ്. അത് ആ ഒരു തെളിവ് മാത്രമല്ല, ബട്ട് അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന സാധനം ദ്വാരകയാവാം. ദ്വാരകനെ കുറിച്ച് അറിയത്തില്ല. ദ്വാരക നമ്മളുടെ കൃഷ്ണമാമൻ ഭരിച്ച ഇതാണ്. ഇറ്റ് വാസ് എ സിറ്റി ബിൽഡ് ഓൺ നേവൽ ഫോഴ്സസ് ആൻഡ് വാട്ടർ ബോഡീസ്. ദ്വാരകയുടെ ചുറ്റും ഇതുപോലെ വലയങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അറ്റ്ലാന്റിസിന് ചുറ്റും ഈ വലയങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ വേറൊരു ഇത്, അറ്റ്ലാന്റിസ് വെള്ളത്തിൽ മുങ്ങിപ്പോയെന്നാ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെയാണ് രാവണന്റെ ലങ്ക. അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത് ദി ലങ്കിസ് എന്നും പറയാം. ചെറിയൊരു കണക്ഷൻ കണ്ടിട്ടുണ്ട്. ലങ്ക, ലാന്റിസ്. വൈൽഡ് പ്രഡിക്ഷൻ അല്ല, ഈ വാക്കിന്റെ അർത്ഥം നോക്ക്. ലങ്ക ഈസ് നത്തിങ് ബട്ട് ലാൻഡ് ഇൻ വാട്ടർ. ലാന്റിസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലാൻഡ് ഇൻ വാട്ടർ, ലാൻഡ് ആണ്. അപ്പോ ദിസ് ഇസ് എ വൈൽഡ് പ്രഡിക്ഷൻ. ഞങ്ങൾ പറയാണ്, ബട്ട് ദർ മൈറ്റ് ബി എ കണക്ഷൻ. ലങ്ക കുഡ് ബി ദി അറ്റ്ലാന്റിസ് വി ആർ മിസ്സിംഗ്. കാരണം ലങ്കയും ചുട്ടുകരിച്ചു കഴിഞ്ഞ് പകുതി കൂടുതലും വെള്ളത്തിൽ മുങ്ങിപ്പോയെന്നാണ് പറയുന്നത്. നമ്മുടെ അറ്റ്ലാന്റിസ് വേഴ്സസ് ലുമേറിയ വാറിൽ രാമൻ വന്ന് ന്യൂക്ലിയർ ബോംബ് ഇട്ട് പൊട്ടിച്ചെന്നും പറഞ്ഞ കഥകളുണ്ട് ഗ്രീസിൽ. പക്ഷെ ഞാൻ വേറൊരു കാര്യം ഇപ്പൊ ആലോചിക്കുമായിരുന്നു. പോൾസ് ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ ഇപ്പോഴത്തെ നോർത്ത് പോൾ എന്ന് പറയുന്ന സ്ഥലം മേ ബി ഒരു 5,000 അല്ലെങ്കിൽ ഒരു 6,000 7,000 ഇയേഴ്സ് ബാക്ക് എടുത്തോ, അപ്പം അത് കറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു അങ്ങനെയല്ല. പിന്നെ പോൾസ് ഷിഫ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ദ പോൾ റിമെയിൻസ് ദ സെയിം ബട്ട് ദ കോണ്ടിനെന്റ്സ്. അതാ ഞാൻ ഉദ്ദേശിക്കും. ആ ഒരു ഇപ്പം ഈ ഇവിടെ പോൾസിൽ നിൽക്കുമെന്ന് വെച്ചോ, 5,000 ഇത് പറയുമ്പോൾ ഇത് ഇവിടെ ആവത്തില്ലേ? ഇല്ല, പോള് മാറുമെന്നല്ല, എർത്തിന്റെ ഇങ്ങനെ പോളിന്റെ പോയിന്റ്സ് മാറുമെന്ന. പക്ഷേ എപ്പോഴും തണുപ്പ് നോർത്തിൽ തന്നെ ആയിരിക്കും. അത് ഞാൻ ഉദ്ദേശിക്കണം. അപ്പൊ പണ്ടത്തെ ഒരു ഫ്ലറിഷ്ഡ് സിവിലൈസേഷൻ ഇപ്പൊ തണുപ്പിന്റെ അടിയിലുണ്ടോ? 100%. ദാറ്റ് ഈസ് മൈ ചോദ്യം. 100%. പണ്ടത്തെ ഒരു ഫ്ലറിഷ്ഡ് സിവിലൈസേഷൻ ഇപ്പൊ ഐസേജിൽ പെട്ട് ആ ആർട്ടിക്കിൽ അവിടെ കിടപ്പുണ്ട്. ദാറ്റ് ഈസ് വൈ എന്തൊക്കെയാണോന്നല്ല ഞാൻ എന്റെ ചോദ്യം. അങ്ങനെ എവിഡൻസ് എന്തെങ്കിലും കിട്ടും? എവിഡൻസ് കാണുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ബിഗസ്റ്റ് എവിഡൻസ് ഈസ് റഷ്യ, ചൈന, കാനഡ, അമേരിക്ക, ജർമ്മനി. എവറി കൺട്രി ഈസ് ഗോയിങ് ഫോർ ദി ആർട്ടിക്. അത് ഞാൻ ചോദിച്ചു. യെസ്, ദേ ആർ ബിൽഡിംഗ് ബേസസ്. റഷ്യയുടെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പവേർഡ് എന്താ പറയുന്ന ഒരു ഷിപ്പുണ്ട്. ആ ഷിപ്പിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബാറ്ററി എന്ന് പറഞ്ഞാൽ ആ ഷിപ്പ് ഇങ്ങനെ പോയി കഴിഞ്ഞ് ഒരു സിറ്റി ഫുള്ള് പവർ ചെയ്യാം ഫോർ 40 to 50 years. ആൻഡ് ഇറ്റ്സ് പവറിങ് എ സിറ്റി, ആർട്ടിഫിഷ്യലി മെയ്ഡ് സിറ്റി ഇൻ ദി ആർട്ടിക്. ആൻഡ് ദേ ആർ അക്സെപ്റ്റിംഗ് വിസാസ്. നമ്മൾ അവിടെ പോയി ജോലി ചെയ്താൽ നമുക്ക് കാശ് തരും. വി ജസ്റ്റ് ഹാവ് ടു സെറ്റിൽ ആൻഡ് ലിവ് ദെയർ. ബിക്കോസ് ആർട്ടിക്കിലാണ്, നോർത്ത് പോളിൽ. ബിക്കോസ് റഷ്യ ഈസ് ക്ലെയിമിംഗ് ദ സ്ഥലം. അവർ റഷ്യൻ പേരാണ് ഇട്ടേക്കുന്നത്. അത് ചുമ്മാ സെർച്ച് ചെയ്താൽ മതി, റഷ്യൻ ആർട്ടിഫിഷ്യൽ സെറ്റിൽമെന്റ് ഇൻ നോർത്ത് പോൾ. ആൻഡ് ഇറ്റ്സ് ഹെവിലി മിലിറ്ററൈസ്ഡ്. അവിടെ S-400 വരുന്നുണ്ട്. വി ഡോണ്ട് നോ വൈ. പക്ഷെ വേറെ സംഭവം അങ്ങനെയാണെങ്കിൽ ഇലോൺ മസ്കിന് കണക്കുള്ള ആൾക്കാർക്ക് ദേ മൈറ്റ് നോ, റൈറ്റ്? 100%. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് അന്റാർട്ടിക്കയെ പറ്റി പറയുന്നുണ്ട് നല്ല വിശദമായിട്ട്. പക്ഷെ എനിക്ക് വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പം ഞാനൊരു പെർസ്പെക്റ്റീവ് കാണുന്നതെന്ന് വെച്ചാൽ അന്റാർട്ടിക്കയില് എവിഡൻസസ് കാണും നല്ലോണം ചകഞ്ഞാൽ. എവിഡൻസസ് ദാറ്റ് മൈറ്റ് ബി ലോസ് ടു അസ്. അല്ലെങ്കിൽ നമ്മുടെ ലൈബ്രറി ഒക്കെ പണ്ട് ബ്രിട്ടീഷുകാർ കത്തിച്ചപ്പം ഒരുപാട് നോളജ് കത്തിക്കളഞ്ഞ കണക്ക് അവിടെ ഇഷ്ടംപോലെ ഹിഡൻ നോളജ് കാണും. ഒരു സിവിലൈസേഷൻ ഉണ്ടോന്നോ ലൈഫ് ഉണ്ടോന്നോ ഐ ഹൈലി ഡൗട്ട് ദാറ്റ്. കാരണം അവിടെ ഒരു ലൈവ്ലിഹുഡ് എങ്ങനെ ഡേ ടു ഡേ ലൈഫ് കൊണ്ടുപോകും. എക്സ്ട്രീം ടെമ്പറേച്ചർ ഇല്ലേ അവിടെ. ഇനിയും ഞാൻ നിങ്ങളെ ഇതിനുത്തരമായിട്ട് ഒരു കഥയിലേക്ക് കൊണ്ടുപോകണം. കഥ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ സ്റ്റോറി ആൻഡ് ദിസ് സ്റ്റോറി ഹാപ്പൻഡ് ഡ്യൂറിങ് ദ വേൾഡ് വാർ. ഇപ്പം ഇത് നടന്നോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ 100% ഷുവർ ഇത് നടന്നു. ഇതിൻ്റെ കവറപ്പിൻ്റെ പാത്ത് കണ്ടാൽ നമുക്കറിയാം ഇത് നടന്നു. അത് പറഞ്ഞുതരാം. സോ വേൾഡ് വാർ 2 നടക്കുകയാണ്. അപ്പോഴത്തേക്കും ജർമ്മനിക്ക് ലോകത്ത്, ഞാൻ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, എന്താ പറയുന്നത്, നാസി ബേസസ് വെയർ ഇൻ ടിബറ്റ്, നാസി ബേസസ് വെയർ ഇൻ തമിഴ്നാടു, നാസി ബേസസ് വെയർ ഇൻ ഹിമാലയാസ്. അതുപോലെ തന്നെ അന്റാർട്ടിക്കയിൽ ഒരു നാസി ബേസ് ഇരിപ്പുണ്ടായിരുന്നു. യെസ്. ആൻഡ് ഈ സമയത്ത് വേൾഡ് വാറിൻ്റെ സമയത്ത് അന്റാർട്ടിക്കയിലോട്ട് അവർ പോയി നാസി ബേസ് കണ്ടുപിടിച്ച് അവിടെ സെറ്റിൽമെൻ്റായി. അവിടെ ഒരു റിസർച്ച് ഫെസിലിറ്റി ഡ്യൂറിങ് സെക്കൻഡ് വേൾഡ് വാർ. ദാറ്റ് വാസ് ലൈക്ക് അറൗണ്ട് 100 years ബിഫോർ ഇന്നത്തെ കാലത്ത്. എന്നിട്ട് അവരതിന് പേരിട്ട് എന്താ അറിയോ, ന്യൂ സ്വാബിൻ ലാൻഡ്. ന്യൂ സ്വാബിൻ ലാൻഡ്, SWABBINLAND.
അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ. സെക്കൻഡ് വേൾഡ് വാറിൽ ജർമ്മനി അന്റാർട്ടിക്കയിൽ പണിഞ്ഞ ബേസിന്റെ പേരാണ് ന്യൂ സ്വാബിൻലാൻഡ്. വൈ ബിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ പോയി എന്തോ കണ്ടുപിടിച്ചു. ദേ ഡിഡിൻ വാണ്ട് ടു ഷെയർ ഇറ്റ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഇവരവിടെ പോയി 10 വർഷത്തിന് ശേഷം കപ്പലും തോഴിയും വഞ്ചിയും എല്ലാം മാറി സബ്മറൈൻസും ബാറ്റിൽ ഷിപ്സും ഫൈറ്റർ ജെറ്റ്സും ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ എപ്പോഴും ഒരു ടെക്നോളജിക്കൽ പ്രോഗ്രഷനിൽ ചിന്തിക്കുക. ടെക് റിവ്യൂവർ ഒരു 1800 നിന്ന് 2000 ടെക്നോളജിക്കൽ പ്രോഗ്രഷൻ എന്ന് ആലോചിച്ച് നോക്ക്. അല്ലെ 90s വരല്ലോ ടെക്നോളജിക്കൽ പ്രോഗ്രഷൻ. കഴിഞ്ഞ 100 വർഷത്തിനകത്ത് നമ്മളുടെ ലോകത്ത് നടന്ന ടെക്നോളജി വാസ് വി വർ മൂവിങ് ഫ്രം സിവിലിയൻസ് വർ റൈഡിങ് ഹോഴ്സ് കാർട്ട്. നൗ വി ക്യാൻ ബൈ പ്രൈവറ്റ് പ്ലെയിൻസ്. പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണെന്ന് പറയാം. ബട്ട് ഇതൊരു കഴിഞ്ഞ 100 വർഷമാണ്. പക്ഷെ കഴിഞ്ഞ 400 വർഷവും ഇത് തന്നെയായിരുന്നു, കാളവണ്ടി തന്നെയായിരുന്നു. ഈ അന്റാർട്ടിക്കയിലോട്ട് നമ്മൾ പോയതിന് ശേഷം കളി മൊത്തം മാറി. അപ്പം ഇത് എന്താണ് ഇതിന് തെളിവുള്ളതെന്ന് പറയുമ്പോൾ ഞാൻ പറയാം. നിങ്ങൾ ഈ പേര് ഓർത്ത് വെച്ചോ, അഡ്മിറൽ ജനറൽ റിച്ചാർഡ് ബേർഡ്, BYRD. ഈ അഡ്മിറൽ ജനറൽ റിച്ചാർഡ് ബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നേവിയിലെ അഡ്മിറൽ ജനറൽ ആയിരുന്നു പുള്ളി. He was one of the most influential Navy character in United States Navy history. That is why he was the Admiral General. കമാൻഡറോ ക്യാപ്റ്റനോ ഒന്നും അല്ല, മനസ്സിലായി. യെസ്, അഡ്മിറൽ ജനറൽ ഹാസ് ദ ലാസ്റ്റ് വേർഡ് ഇൻ നേവി. അപ്പോൾ പുള്ളിയുടെ ഒരു ഡയറിയിൽ നിന്ന് പുള്ളിക്ക് ഭയങ്കര കോൺസ്പിറസി ഉണ്ടായിരുന്നു. പുള്ളിയെ പെട്ടെന്ന് അമേരിക്ക താത്തി കെട്ടി, ഇതൊക്കെ നടന്നു. ആൻഡ് പുള്ളിയുടെ ഒരു ടെസ്റ്റിമോണി അല്ലെങ്കിൽ ഡയറിയിൽ ഒരു കഥയുണ്ട്. ഹി വാസ് ഫ്ലൈയിങ് നോർത്ത് പോളിൽ അല്ല സൗത്ത് പോള് ഇവർ എക്സ്പ്ലോർ ചെയ്യാൻ എക്സ്പെഡിഷൻ ടീമിനെ സെറ്റ് ചെയ്തു. വേൾഡ് വാറിന് ശേഷം സൗത്ത് പോൾ അന്റാർട്ടിക്ക വേൾഡ് വാറിന് ശേഷം നാസി ക്യാമ്പൊക്കെ നശിപ്പിച്ച് കളഞ്ഞ് അത് കഴിഞ്ഞ് അമേരിക്ക അവിടെ ഒരു ക്യാമ്പൊക്കെ വെച്ചു. ആൻഡ് ദേ സ്റ്റാർട്ടഡ് സെൻസിങ് സംതിങ്സ് ബിക്കോസ് വലിയൊരു നാസി ബേസിൽ അൺറിയൽ ടെക്നോളജീസ് ഇരിക്കുന്നു, ഇതെല്ലാം ഇരിക്കുന്നു. അപ്പം ദേ വാണ്ടഡ് ടു എക്സ്പ്ലോർ അന്റാർട്ടിക്ക മോർ. അപ്പോൾ എന്താ ചെയ്തേ അവര് ആ സമയത്ത് ജർമ്മൻ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ഇവർക്ക് അടിപൊളി പ്ലെയിനുകൾ കിട്ടി തുടങ്ങി. മറ്റേത് 200 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എണ്ണ തീരും. ഇത് 600-700 പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന പ്ലെയിൻ വന്ന് ദേ സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിങ് അന്റാർട്ടിക്ക. ഏതാണ്? അഡ്മിറൽ ജനറൽ റിച്ചാർഡ് ഇ ബേർഡ്. പുള്ളിയാണ് ഫ്ലൈറ്റ് ഓടിക്കുന്നത്. ബിക്കോസ് ഹി വാസ് എൻ അഡ്രിനാലിൻ ജങ്കി ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് എക്സ്പ്ലോറർ of modern times, but his name deliberately got cancelled everywhere because of what he said and what he said he saw. പുള്ളി പോയി കഴിഞ്ഞ് അന്റാർട്ടിക്കയിൽ പോയതിന് ശേഷം പുള്ളി എഴുതിയേക്കുന്നത് പറഞ്ഞതെന്ന് വെച്ചാൽ ഐസ് കഴിഞ്ഞ് മലകൾ കഴിഞ്ഞ് ഇയാളുടെ കണ്ണിന് വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് കണ്ടത്. ലഷ് ഗ്രീൻ ലാൻഡ്സ് ടീമിങ് വിത്ത് ലൈഫ് ആൻഡ് ആനിമൽസ്. അതെങ്ങനെ പോൾസിൽ പോസിബിൾ ആവുന്നത്? എങ്ങനെ? അതാണ് നമ്മളുടെ കണ്ടീഷനിങ്. വി തിങ്ക് അന്റാർട്ടിക്ക ഈസ് എ ബോൾ ഓഫ് ഐസ്. ബോൾ ഓഫ് ഐസ് എന്നല്ല, ഐ ക്യാൻ കോംപ്രിഹെൻഡ് ദ ഐഡിയ. ബട്ട് പോൾസിന്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് റിസീവ് സൺലൈറ്റ് ആൻഡ് ഹീറ്റ്. ദേ ഡു റിസീവ് സൺലൈറ്റ്, പക്ഷെ മിനിമൽ ആയിരിക്കും എന്ന് മാത്രമല്ല അടിപൊളിയായിട്ട്. ഇപ്പൊ നീ സെർച്ച് ചെയ്ത് നോക്കിക്കോ, പോൾസിൽ ഗ്രാസ് കിളിച്ച് തുടങ്ങിയത് നമ്മളൊരു 3-4 വർഷങ്ങൾക്ക് മുന്നേ കഥകൾ കേട്ടു തുടങ്ങി. എടാ ഞാനൊരു സിമ്പിൾ മൈൻഡിൽ നിന്ന് ചിന്തിക്കുക, പോൾസിൽ തണുപ്പ് കൂടുതലാണ്, ലൈറ്റ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ലൈറ്റ് കിട്ടും കമ്പാരിറ്റീവ്ലി കുറവാ. നോ, അത് നമ്മളുടെ കണ്ടീഷനിങ് അല്ല. ഞാൻ തിങ്കിങ് ഫ്രം ദ ബോൾസ് പെർസ്പെക്റ്റീവ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു എക്സ്പെരിമെന്റ് കിട്ടും. ഇതാണ് നമ്മൾ എർത്ത് എന്ന് വെച്ചോ ബ്രോ. സൺ ഈസ് ഹിയർ ആൻഡ് ഈ സണ്ണിൽ നിന്നുള്ള ലൈറ്റ് പോകുന്നത് ഇവിടുന്നുമാണ്. ഡു യു തിങ്ക് ഇറ്റ് മാറ്റേഴ്സ്? ലൈറ്റ് മുകളിലും കിട്ടും താഴെയും കിട്ടും. നമ്മളോട് അത് പറഞ്ഞേക്കുന്നത് തെറ്റാണ് ഗൈസ്. ഞാൻ ഇപ്പോഴും അങ്ങനെ ചിന്തിക്കണം. യെസ്, നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്ക്. നിങ്ങൾ സണ്ണിന്റെ ഗൈസ് ഇതാണ് ഭൂമി. ഇവിടെ ഇലുമിനേഷൻ എല്ലായിടത്തും കിട്ടും. കാരണം സൂര്യൻ ഈ ഭൂമി അനുസരിച്ച് ഇത്രയുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ലൈറ്റ് പോവുകയാണെങ്കിൽ ഇത് മൊത്തം കവർ ചെയ്യും. ഇവിടുന്ന് ഇങ്ങനെയാണ് പോകുന്നത്, ഇവിടെയും കിട്ടും, അപ്പുറത്തെ സൈഡ് കിട്ടില്ല. ശരിയാണ്, അത് കറങ്ങി വരുമ്പോൾ അവിടെയും കിട്ടും. ഡേ ആൻഡ് നൈറ്റ്. അപ്പോൾ വാട്ട് ദേ ടീച്ചേഴ്സ് ഇൻ സ്കൂൾ ഈസ് റബ്ബിഷ്.
Am I right? Yeah. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചിന്തിച്ച്. Yes. Guys, ഇതുപോലുള്ള പുതിയ ചിന്തകൾ കിട്ടണമെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തു. താങ്ക് യു സോ മച്ച്. നമ്മൾ 1000 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ സ്റ്റാർട്ട്. അതെ, നമുക്ക് മോണിറ്റൈസ്ഡ് ആയ നമുക്ക് സ്റ്റുഡിയോ സെറ്റപ്പും ഇച്ചിരി മൈക്കും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കിടിലം ഗസ്റ്റിനെയും കൊണ്ട് വി നീഡ് ഗസ്റ്റ് ഗൈസ്. നിങ്ങളിൽ നിന്ന് ആളുകൾ വരിക. നമ്മളെ വെളിയിൽ നിന്ന് ആരെയും എടുക്കുന്നില്ല. ഇപ്പോഴത്തേക്ക് നമുക്ക് പൈസ കൊടുത്ത ആളുകളെ കൊണ്ടുവരുന്ന പരിപാടി ഇല്ല. വി ആർ ജസ്റ്റ് ഷെയറിങ് നോളജ്. അപ്പോൾ ഇപ്പൊ എന്നെ പോലെയോ ഇവനെ പോലെയോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണം എന്ന് എന്നെ റീച്ച് ഔട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഇവനെ റീച്ച് ഔട്ട് ചെയ്താൽ, ചാനൽ ഇൻസ്റ്റാഗ്രാം, നിങ്ങൾ പലരും ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു. വലിയ അടിപൊളി ഫീലിംഗ് ആണ് ഞങ്ങൾക്ക്. എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, വി ഇൻവൈറ്റഡ് ദം ഫോർ എ പോഡ്കാസ്റ്റ്. ആൻഡ് ദിസ് ഗായ് ഓർ ലേഡി ഹു ഇസ് കമ്മിങ് നെക്സ്റ്റ് വീക്ക്, ഷീ അക്സെപ്റ്റഡ് അവർ ഇൻവിറ്റേഷൻ ആൻഡ് ഷീ ഇസ് കമ്മിങ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറി വന്നോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈ ചാനലിൽ നമുക്ക് കമ്മ്യൂണിറ്റി വാട്സപ്പ് തുടങ്ങിയോ ഗ്രൂപ്പ്? വാട്സപ്പ് ഇപ്പം ഈ വീഡിയോ കഴിഞ്ഞ് ഞാൻ തുടങ്ങും. എന്നിട്ട് ഈ വീഡിയോയുടെ ലിങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. ബിക്കോസ് വി നീഡ് പീപ്പിൾ ടോക്കിംഗ്. വി നീഡ് പീപ്പിൾ തിങ്കിങ്. എല്ലാ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യം പറഞ്ഞത്, വി ബിലീവ് വി ആർ റോങ്. സോ അത് പറഞ്ഞുകൊണ്ട് ബാക്കി പറ. അപ്പൊ പോൾസില് ഇവര് അമേരിക്കക്കാര് എക്സ്പ്ലോർ ചെയ്ത അഡ്മിറൽ ജനറൽ ബേർഡ് പോയി ലഷ് ഗ്രീൻ ഫോറസ്റ്റുകൾ കണ്ടു. എന്നിട്ട് ഇയാൾ എഴുതി വെച്ചേക്കുന്ന ആനയെ പോലിരിക്കുന്ന ജീവിയാണ്, പക്ഷെ ക്വൈറ്റ് ആന അല്ല. എന്തുവാണെന്ന് നമുക്കറിയത്തില്ല. ബട്ട് ദിസ് ഈസ് ഇൻ ദ ജേണൽ. ഏതാണ്? ഫ്ലൈറ്റ് ജേണൽ ഓഫ് ആൻ അഡ്മിറൽ ജനറൽ ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവി. ഡു യു തിങ്ക് ഹി ഈസ് ബ്ലഫിംഗ്? പിന്നെ വേറൊരു പോസിബിലിറ്റി ഉള്ളത്, അയാൾക്ക് വട്ടാവാം. ഡു യു തിങ്ക് എ വട്ട് ഗൈ വിൽ ബിക്കം ദി അഡ്മിറൽ ജനറൽ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവി? നോ. പിന്നെ പറയാനുള്ളത്, ഇയാൾ ഒരു കള്ളനാവാം. ഇങ്ങനെയുള്ള ഒരു കള്ളനെ നേവിയിൽ ഇതുപോലെ ഒരു സാധനം ആക്കുമെന്ന് പോലും വിചാരിക്കട്ടെ, പോട്ടെ. അങ്ങനെ ഒരാളെ ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പെഡിഷൻ വിടുവോ? ഇൻ പേഴ്സൺ വിത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? നോ. പക്ഷെ വേറൊരു സംഭവം ചോദിച്ചോട്ടെ, വേറെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? ലൈക്ക് ഒറ്റ സോഴ്സിൽ നിന്ന് മാത്രം? ഒറ്റ സോഴ്സ് അല്ല, പല സോഴ്സുകളിലോട്ട് നമ്മളിപ്പോ പോകും. നെയിം ദ സെക്കൻഡ് വൺ. ഇത് കുറച്ചുകൂടെ പറയാനുണ്ട്. അപ്പം ഇയാൾ ഇത് പോയി ഇതെല്ലാം കൊണ്ടുവന്ന് തിരിച്ചു വന്നു, അങ്ങനെയൊക്കെ ആയി. അപ്പം ഇയാളെ പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ കുറേ നാളത്തേക്ക് സ്റ്റേറ്റ്മെന്റ് വിടാൻ പറ്റത്തില്ല. പ്രസ് റിലീസിൽ പോകുന്നതിന് ഇയാളെ ബാൻ ചെയ്തു. ദർ വാസ് എ സർക്കുലർ that came that Admiral General Richard E. Byrd cannot attend in any press meeting or public speeches. മനസ്സിലായോ? അത് കഴിഞ്ഞ് അഡ്മിറൽ ജനറൽ ബേർഡ് വന്നതിന് ശേഷം 1-2 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞ് എക്സ്പെഡിഷൻ ടീം, പ്രോജക്റ്റ് ആർട്ടിക് എന്നോ ഞാൻ അറിഞ്ഞുകൂടാ, പ്രോജക്റ്റിന്റെ പേര് ഞാൻ ഇടാം, ബിക്കോസ് അത് നിങ്ങൾ സെർച്ച് ചെയ്യണം ഗൈസ്. ഒരു കുഞ്ഞ് എക്സ്പെഡിഷൻ ടീം, രണ്ടാമത്തെ എവിഡൻസ് ആണ്, അമേരിക്കയിൽ നിന്ന് അന്റാർട്ടിക്കയിലോട്ട് പോവുക അഡ്മിറൽ ജനറൽ വന്നതിന് ശേഷം. ആ കുഞ്ഞ് എക്സ്പെഡിഷൻ ടീമിൽ ഒരു 3000 പേരും പിന്നെ ഒരു 2-3 ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസും 7-8 വാർഷിപ്പും 7th ഫ്ലീറ്റും പിന്നെ ന്യൂക്ലിയർ ബോംബേഴ്സും മാത്രമേ ഉള്ളായിരുന്നു. വൈ? ബിക്കോസ് അവിടെ ചെറിയ 2 ടെന്റ് പണിയണമെന്നാണ് അമേരിക്ക ക്ലെയിം ചെയ്തത്. മേ ബി അത് റഷ്യൻ ഡോമിനൻസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി. There was no Russian there. It is an unclaimed world. They went there. And the next thing, it was a 2-year project. They came back in 4 months. They came back losing 3 ships and 70 to 80 personnels and 1 fighter jet. We don't know what the hell happened there. And the next year, 278 countries, 178 countries, including 6 UN nations. അന്ന് 60 UN nations എന്തോ ഉള്ളായിരുന്നു. അവർ വന്ന് ജനീവയിൽ വെച്ച് ഒരു കൺവെൻഷൻ സൈൻ ചെയ്യുകയാണ്. നോബഡി ഷാൽ എക്സ്പ്ലോർ ഓർ ടച്ച് അന്റാർട്ടിക്ക എവർ അഗെയിൻ ആസ് എ നേഷൻ ഓർ ആസ് എൻ ഇൻഡിവിജ്വൽ. യെസ്, നിങ്ങൾ അടിച്ചു നോക്കുക, അന്റാർട്ടിക്ക ജനീവ കൺവെൻഷൻ. നോബഡി ഈസ് അലൗഡ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനൊരു ഫ്രീ മാനാണ്, എനിക്ക് പോകാൻ പറ്റും, എനിക്ക് ലോകത്ത് എന്തും ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ബോട്ട് വാങ്ങിച്ച് അന്റാർട്ടിക്കയിലോട്ട് പോയി കഴിഞ്ഞാൽ യു വിൽ ഡൈ ഓഫ് ബോംബ് ബ്ലാസ്റ്റ്. ബിക്കോസ് ഇന്ത്യ ഈസ് റെസ്പോൺസിബിൾ ടു കിൽ യു ഓർ അമേരിക്ക ഈസ് റെസ്പോൺസിബിൾ ടു കിൽ യു ബിഫോർ എൻറ്ററിങ് ഇൻ ടു അന്റാർട്ടിക്ക. ബിക്കോസ് ദേ ആർ പ്രൊട്ടക്ടിങ് സംതിങ്. അത് മാത്രമല്ല, ഇനി അടുത്ത തെളിവിലോട്ട് പോവാം. അവിടെ കണ്ടതിന് ശേഷം എന്താ പറയുന്നത്, ഈ ഹിറ്റ്ലർ
നമ്മൾ ടിബറ്റിലേക്ക് പോയെന്ന് പറഞ്ഞില്ലേ, മൂന്നാമത്തെ എവിഡൻസ് ആണ്. അതുപോലെ തന്നെ അന്റാർട്ടിക്കയിലും പോയി. അന്റാർട്ടിക്കയിൽ പോയിട്ട് അവിടുന്ന് ടെക്നോളജി കിട്ടിയതായിട്ടും അവിടുന്ന് കുറച്ച് ടെക്നോളജി കൊണ്ടുവന്നു. കാരണം 10, 20, 25 വർഷം അവരവിടെ ഉണ്ടായിരുന്നു. ഈ 25 വർഷം ഇവരവിടെ ഉണ്ടായിരുന്നു എന്ന് 25 വർഷത്തിന് ശേഷമാണ് അമേരിക്ക അറിയുന്നത് പോലും. ബിക്കോസ് ഫോർ അമേരിക്ക ദിസ് ഈസ് എ ബോങ്കേഴ്സ് ഐഡിയ. ദേ തോട്ട് ദർ ഇസ് നത്തിങ് ദെയർ. അപ്പോൾ ഇവരിവിടെ പോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഹിറ്റ്ലറിൻ്റെ സയൻറ്റിസ്റ്റിൻ്റെ സ്ഥലത്തു നിന്നും കിട്ടിയ തെളിവുകളാണ് അവർക്ക് ഒരു ടെക്നോളജി കിട്ടി, ഒരു വെഹിക്കിൾ ഉണ്ടാക്കാനുള്ള ടെക്നോളജി. ഒന്ന്, അതിൻ്റെ പേരെന്താ അറിയോ? ബഹാനാസ്. ബഹാനാസ് എന്ന് പറയുന്ന ഒരു പറക്കുന്ന ക്രാഫ്റ്റ്. ആ പറക്കുന്ന ക്രാഫ്റ്റിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ സിമ്പിൾ എന്തായിരുന്നു എന്ന് നാസി ഹിസ്റ്ററിയിൽ നോക്കുമ്പോൾ ഇറ്റ് വാസ് എ സ്വാസ്തിക. അവരുടെ നാസി സിമ്പിൾ സ്വാസ്തികയാണല്ലോ. അപ്പോൾ അവർ കിട്ടി ഇൻസ്പയർഡ് ആയത് അവിടെ നിന്നാണ് പറയുന്നത്. ഈ ബഹാനാസ് എന്ന് പറയുന്ന ടെക്നോളജി ഈ അന്റാർട്ടിക്കൻ എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഹിറ്റ്ലറിൻ്റെ അവിടുന്ന് തന്നെ സോഴ്സ് ടിബറ്റിൻസ് പറയുന്നതാണ്, ദിസ് ഈസ് ഏൻഷ്യൻ ഇന്ത്യൻ ടെക്നോളജി ആൻഡ് വി യൂസ് ടു ഹാവ് ദിസ് ബഹാനാസ്. അതിന്റെ ഒരു എവിഡൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ബഹാനാസിന്റെ കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. യു നോ ബഹാനാസ് ഈസ് റെഫേർഡ് ടു ആസ് വാഹനാസ് ഇൻ ഇന്ത്യ. വാഹനങ്ങൾ. പ്രോബബ്ലി. അപ്പോൾ ഈ ബഹാനാസ് കൊണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അറിയാമോ? ഈ വിമാനശാസ്ത്ര എന്ന് പറയുന്ന ഒരു ശാസ്ത്രം നമ്മുടെ ഇന്ത്യൻ ടെക്നോളജിയിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വിമാനശാസ്ത്രത്തിൽ ഇവർ പറഞ്ഞേക്കുന്ന ഹൈലി ഫെറസ് ലിക്വിഡ് മെറ്റൽ, നമ്മളുടെ 6000 അല്ലെങ്കിൽ 7000 വർഷങ്ങൾക്ക് മുന്നേ എഴുതിയ ഗ്രന്ഥങ്ങളുള്ള വിമാനശാസ്ത്രയിലുള്ളതാണ്. ഹൈലി ഫെറസ് ലിക്വിഡ് മെറ്റീരിയൽ എന്താണ്, ഹൈ സ്പീഡിൽ കറക്കിയിട്ട് അതിനകത്തേക്ക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ആൻറ്റി ഗ്രാവിറ്റേഷണൽ സാധനങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു ഡിസ്ക് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ അതിന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറി അതിന് ഫ്ലോട്ട് ചെയ്യാനുള്ള പവർ കിട്ടും. അത് ഫെറസ് മെറ്റീരിയൽ. അവർ പറഞ്ഞേക്കുന്ന അതിനകത്ത് മെർക്കുറിയാണ്. മെർക്കുറി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഇൻ എന്താ പറയണ ഈ ഈജിപ്ഷ്യൻ മിത്തോളജി, ഈജിപ്ഷ്യൻ, ഹിന്ദു, സുമേറിയൻ എല്ലാം ഗോഡ്സുമായിട്ട് ഇണങ്ങിച്ചേരുന്ന. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പോയപ്പോൾ എനിക്ക് അഫ്ഗാനിസ്ഥാൻ വിമാന കോൺട്രവേഴ്സി പറഞ്ഞില്ലായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഐ ഡിഡ് എ സ്റ്റഡി റിഗാർഡിങ് ദാറ്റ്. സോ ഗൈസ്, ദിസ് ഈസ് കൺസ്ട്രക്റ്റീവ് എവിഡൻസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, വേണേ ബ്രൈറ്റ്നസ് കുറച്ച്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഞങ്ങൾ എന്തൊക്കെ ഒരു ബുൾഷിറ്റ് ആണെന്നൊക്കെ ഒരു കമൻറ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് എനിക്ക് ഇതേ പറയുള്ളൂ, സ്റ്റഡി അബൌട്ട് ദിസ് വിമാന ഇൻ അഫ്ഗാനിസ്ഥാൻ. സ്റ്റഡി അബൌട്ട് ഇറ്റ്. മാത്രമല്ല ഈ മെർക്കുറിയെ വെച്ചാണ് നമ്മളെല്ലാം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഇതിനകത്ത് പണ്ടേ പറഞ്ഞേക്കുന്നത് ഇവർ ഈ മെർക്കുറിയെ വെച്ച് കറക്കി അതിനകത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ ഇവർക്ക് ആൻറ്റി ഗ്രാവിറ്റേഷണൽ, ഈ ഡിസ്ക് പോലെ ഒരു സാധനം കറങ്ങുമ്പോൾ അത് പൊങ്ങുമെന്നാണ്. ഇവിടുന്ന് നിന്നാണ് നമ്മളുടെ ഫ്ലൈയിങ് സോസറും ഫ്ലൈയിങ് ഡിസ്കും എല്ലാം ഉത്ഭവിച്ചത്. എനിക്കൊരു ചോദ്യം ഉള്ളതെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഇപ്പം സ്കങ്ക് വർക്ക്സ് പോലത്തെ അല്ലെങ്കിൽ ഏരിയ 50 ഉണ്ടോ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇത് ഓൾറെഡി അവർ എക്സ്പെരിമെന്റ് ചെയ്ത് കാണത്തില്ലേ? അവിടെ എല്ലാം സാധനങ്ങളുണ്ടല്ലോ, ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ മെർക്കുറി വെച്ചാണ് ഇവരെല്ലാവരും കളിക്കുന്നത്. ഇതെല്ലാം എവിടെയാണുള്ളത്? വിമാനശാസ്ത്രയിലാണുള്ളത്. അത് മാത്രമല്ല, അന്റാർട്ടിക്കയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ എല്ലാ രാജ്യത്തിലെയും ബേസസ് അന്റാർട്ടിക്കയിലുണ്ട്. എല്ലാ രാജ്യത്തിലെയും ബേസസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒന്നും കൂടെ ഉണ്ട്, രാജ്യമല്ലാത്തൊരു ബേസ്, റോക്കഫെല്ലർ ഫൗണ്ടേഷൻ. ബ്ലഡി കോൺട്രവേഴ്സി എന്ന് ഞാൻ പറഞ്ഞ. ഹൗ വുഡ് റോക്കഫെല്ലർ ഗെറ്റ് എ പാർട്ട് ഓഫ് അന്റാർട്ടിക്ക? ഇൻ വാട്ട് അതോറിറ്റി ഓർ ഇൻ വാട്ട് ബേസിസ്? അങ്ങനല്ല. ഹൗ? ആൻസർ. ലീഗൽ ഡോക്യുമെന്റേഷൻ ഉണ്ടോ? യെസ്, ദേ ഓൺ എ പാർട്ട് ഓഫ് അന്റാർട്ടിക്ക ആസ് എ ഫാമിലി ആസെറ്റ്. ലീഗൽ. ഞാൻ ഗൂഗിൾ ചെയ്യട്ടെ? നീ ഗൂഗിൾ ചെയ്തോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരും? ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അന്റാർട്ടിക്ക ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒക്കെ ഉള്ളതുപോലെ ഒരു പ്രൈവറ്റ് കമ്പനിക്ക്, ഒരു ഫാമിലി ബിസിനസ്സിന് അന്റാർട്ടിക്കയിൽ ഒരു പാർട്ട് ഓൺ ചെയ്യാൻ പറ്റും. ബ്രോ, ദിസ് ഈസ് ബോങ്കേഴ്സ്. അത് മാത്രമല്ല, അന്റാർട്ടിക്കയിൽ ഏറ്റവും കൂടുതലുള്ള എന്താ അറിയോ ഇപ്പൊ കണ്ടുപിടിച്ചതിനകത്ത്? ശരിയാ. യു ഗോട്ട് ഇറ്റ്. പ്രൈവറ്റ് ഫൗണ്ടേഷൻ. അത് മാത്രമല്ല, അന്റാർട്ടിക്കയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള എന്താ അറിയാമോ? യുറേനിയം, പ്ലൂട്ടോണിയം. ആൻഡ് റിച്ചാർഡ് ഇ ബേർഡ് പറഞ്ഞ അവൻ്റെ അതേ വാക്കുകളാണ്, ഇത് ഡോക്യുമെൻ്ററിയിൽ എനിക്ക് കിട്ടിയതാണ്. മൗണ്ടൻസ് ഓഫ് കോൾ വിത്തൗട്ട് ഐസ് എന്ന് പറഞ്ഞാൽ കോൾ കൊണ്ടുള്ള മൗണ്ടൻസ്, ഐസ് ഇല്ലാതെ. അപ്പോൾ ഈ അന്റാർട്ടിക്കയിൽ യുറേനിയം എവിടുന്ന് വന്നു?
അന്റാർട്ടിക്കയിൽ ഈ പ്ലൂട്ടോണിയം എവിടുന്ന് വന്നു? ഇതൊന്നും നമുക്കറിയത്തില്ല. പിന്നെ അത് മാത്രമല്ല, എന്താ പറയുന്നത്, ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് നാസി ജർമ്മനി യുദ്ധം തോറ്റു. യുദ്ധം തോറ്റതിന് ശേഷം പ്രോജക്റ്റ് പേപ്പർ ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് അമേരിക്കയ്ക്ക്. എന്താണെന്നറിയാവോ? ഈ വിമാനശാസ്ത്രം പഠിച്ചതും ഈ എന്താ പറയുന്നത് ടിബറ്റിയൻ സ്ക്രോള് കൊണ്ട് വിമാനാസ് ഉണ്ടാക്കാൻ നോക്കിയ 2000-ഓളം സയൻറ്റിസ്റ്റുകളെ, ജർമ്മൻ ഹാർഡ് കോർ സയൻറ്റിസ്റ്റുകളെ അവർ അമേരിക്കയിലോട്ട് കൊണ്ടുവന്ന് പല കമ്പനികളിലും പോസ്റ്റ് ചെയ്തു. ആൻഡ് ദേ ക്രിയേറ്റഡ് ലോക്ഹീഡ് മാർട്ടിൻ, ദേ ക്രിയേറ്റഡ് ബോയിങ്. ഇതെല്ലാം ജർമ്മൻ സയൻറ്റിസ്റ്റുകളുടെ ആയിരുന്നു ഹെഡ്. പക്ഷേ ഞാൻ ഇപ്പോൾ വായിച്ചപ്പോൾ വേറെ സംഭവം, ഇതിനകത്ത് ഗൂഗിളിൽ പറയുന്നതാണ്, ഹി ഡസൻ ഓൺ അന്റാർട്ടിക്ക, പക്ഷെ ഒരുപാട് എക്സ്പെഡീഷനും കാര്യങ്ങൾക്കും മില്യൺസ് ചെലവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എടാ, ഈ ഡസൻ ഓൺ അന്റാർട്ടിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ അതിനകത്ത് പറയൂ. അത് എനിക്ക് മനസ്സിലായി, അത് അങ്ങനെ അവർ പറയൂ. ബിക്കോസ് ജസ്റ്റ് ഇവിടെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് അങ്ങനെ അവർ പറയൂ. ബിക്കോസ് ഇപ്പം നിങ്ങൾക്കൊരു കമ്പനി ഉണ്ട്, എന്താ പറയുന്നത്, ശ്രീ ചിപ്സ് കമ്പനി ഉണ്ട്. ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് അന്റാർട്ടിക്കയിൽ പോയി ഇതുപോലെ ഓൺ ചെയ്യാൻ പറ്റുന്നത്? ദർ ഇസ് നോ വേ. ആൻഡ് വൈ ഈസ് ദർ അതർ പീപ്പിൾ നോട്ട് കമ്മിങ്? നോ. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് പ്രോജക്റ്റ് പേപ്പർ ക്ലിപ്പ് ഈ അമേരിക്കയിലോട്ട് ജർമ്മൻ സയൻറ്റിസ്റ്റുകൾ പോയത്. അതുപോലെ നീ ചോദിച്ച അടുത്ത തെളിവ്, പിയറി റീസ് മാപ്പ് എന്ന് പറയുന്ന ഒരു മാപ്പ് ഉണ്ട്. പിയറി റീസ് മാപ്പ്. ആ മാപ്പും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഈ പിയറി റീസ് മാപ്പിൽ വേൾഡ് മാപ്പ് ചെയ്തേക്കുക പണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ വെരി ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹൗ ദ വേൾഡ് ലുക്ക് ലൈക്ക് ദെൻ. ആൻഡ് ഇറ്റ് വാസ് ഷോൺ ഹാവിങ് അന്റാർട്ടിക്ക ആൻഡ് നോട്ട് ഇൻ ഐസ് ബട്ട് വെജിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയിൽ അതിനെ ഡെപ്പിക്ട് ചെയ്തേക്കുന്നത്, ഇന്ത്യനകത്ത് എന്താ ടൈഗർ മുകളിൽ, താഴെ ആന, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആഫ്രിക്ക റിപ്രസെൻറ്റ് ചെയ്തപ്പോഴത്തേക്കും ജിറാഫ്, എല്ലാം കറക്റ്റാണ്. പക്ഷേ താഴെ അന്റാർട്ടിക്കയിലോട്ട് വന്നപ്പോഴത്തേക്കും മാമത്തുകൾ, സേബർ ടൂത്തുകൾ, പോളാർ ബിയറുകൾ, ഇതിനെയെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. ബട്ട് ദേ ഓൾസോ ഡ്രോൺ മൗണ്ടൻസ് ആൻഡ് ദീസ് മൗണ്ടൻസ് ആർ മൗണ്ടൻ റേഞ്ചസ് which corresponds to real mountain ranges in Antarctica. Peary Rees map. അതും നിങ്ങൾക്ക് ഞാൻ റിസർച്ചിനായിട്ട് ഇടും. ഡെഫിനറ്റ്ലി വാച്ച് ഇറ്റ് ഔട്ട്, ചെക്ക് ഇറ്റ് ഔട്ട്. പിന്നെ അതുപോലെ തന്നെ അന്റാർട്ടിക്കയിൽ അടുത്തുള്ള സാധനമാണ്, അന്റാർട്ടിക്ക ഹോസ്റ്റ് ദി ഗ്രേറ്റസ്റ്റ് പിരമിഡ് നോൺ ടു മാൻകൈൻഡ്. ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്. അന്റാർട്ടിക്, യെസ് ഐ നോ, ഈ ഫീലാണ് എനിക്ക് വേണ്ടുന്നത്. ഇങ്ങനെയുള്ള ഫീൽ ഉള്ള ഇത് തള്ളാണ് എന്ന് പറയുന്നവർ ഗോ സെർച്ച് ദ പിരമിഡ് ഇൻ അന്റാർട്ടിക്ക. ആ പിരമിഡ് ഉണ്ട് അന്റാർട്ടിക്ക എന്ന് പറയുമ്പോൾ യു വിൽ സി എ ബ്യൂട്ടിഫുൾ പിരമിഡ് ദാറ്റ് ഈസ് സ്റ്റാൻഡിങ് ടോൾ 2 kilometer into 2 kilometer into 2 kilometer into 2 kilometer, and it is going thousands of feet upwards. Bro, 2 into 2 into 2, it's perfect rectangle. That square. Doesn't perfect square. That doesn't happen in nature. നിങ്ങൾ അതിൻ്റെ പടം നോക്കുക, ഗൂഗിൾ എർത്തിൽ കയറുക, നോക്കുക. എന്നിട്ട് ഈ സാധനത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടി പോയി. And they concluded that this is emitting a strange kind of mystical energy. Mystical energy means they don't know what it is emitting. And they have only seen it one place other than this. കൈലാസ്. In Kailasa mountain, Mount Kailasa. എനിക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല, പക്ഷേ ഞാനിത് എങ്ങനെ കേട്ടെന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഞാൻ മിക്കവാറും ജൂലൈയിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് സോളോ ട്രെക്ക് അടിക്കും. സോളോ ട്രെക്ക്, നീ അലോൺ, നോ പോട്ടർ, നോ ഷിറ്റ്, ബുൾഷിറ്റ്, ഐ ജസ്റ്റ് വാണ്ട് ടു വാക്ക് ദേർ. അപ്പം അതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ ഞാൻ ചുമ്മാ കൈലാസ ട്രെക്ക് ചെയ്തൊക്കെ വീഡിയോസ് കാണുന്നത്. എവ്രി സിംഗിൾ വ്ളോഗ് കൈലാസ ട്രെക്ക് ചെയ്ത് കാണുമ്പം ദ ക്ലോസർ ദേ ഗെറ്റ് ടു സബ്മിറ്റിംഗ് ദ മൗണ്ടൻ, ദ ഡിസിയർ ദേ ഗെറ്റ്, ദ ഡില്യൂഷണൽ ദേ ഗെറ്റ്. എവറസ്റ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി ലോവർ ഇൻ എലവേഷൻ. നോട്ട് എ സിംഗിൾ പേഴ്സൺ ഹാസ് സബ്മിറ്റഡ് ഇറ്റ്. യെസ്, അത് മാത്രമല്ല, എവറസ്റ്റിൻ്റെ താഴെ ക്യാമ്പ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഇന്ന് ഷേവ് ചെയ്തിട്ട് എനിക്ക് 7 ദിവസം കൊണ്ടാണ് താടി വരുന്നതെങ്കിൽ, ഞാൻ ഇന്ന് സേവ് ചെയ്തിട്ട് എവറസ്റ്റിന്റെ താഴെ പോയി ക്യാമ്പ് ചെയ്താൽ 2 ദിവസം കൊണ്ട് എനിക്ക് താടി വിളിക്കും. എവറസ്റ്റ് അല്ല കൈലാസത്തിൽ. അത് ഞാനും കേട്ടിട്ടുണ്ട്. And it is true thing. And even the scientists confirm that there is a time dilation happening in there. Either അതിന്റെ സെന്ററിൽ there is a massive energy weapon ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ അവിടെ എർത്തിന്റെ ഗ്രാവിറ്റിക്ക് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവിടെ തന്നെ ഈ മൗണ്ട് പണിഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. അതിന് വേറെ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര ഒരു മാഗ്നറ്റിക് സാധനം, മറ്റേ റഡാറിലോ എന്തോത്തിലോ നോക്കുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലുള്ള കാര്യം ഇറ്റ് ഇസ് നോൺ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് നിങ്ങൾ നോക്കണം. കാരണം പിരമിഡ് ഇൻ അന്റാർട്ടിക്കയിൽ നിന്ന് വരുന്ന എനർജിയെ പറ്റി നിങ്ങൾ സെർച്ച് ചെയ്യണം. മൗണ്ട് കൈലാഷിൽ നിന്ന് വരുന്ന എനർജിയെ പറ്റി നിങ്ങൾ സെർച്ച് ചെയ്യണം. ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. യുവർ ഹോൾ റിയാലിറ്റി വിൽ ചേഞ്ച്. അതല്ല, വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് ആയിട്ട്
ചൈനീസ് ഗവൺമെന്റ് ഉണ്ടല്ലോ, ഒരുപാട് മൗണ്ടനിയേഴ്സും എല്ലാവരും ഹൈക്കേഴ്സും ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിച്ച് ഫെയിലിയർ ആയല്ലോ. അപ്പൊ ചൈനീസ് ഗവൺമെന്റിനകത്ത് ഒരു ഫണ്ട് ഇഷ്യൂ പോലെ പ്രൊജക്ട് ഇഷ്യൂ ചെയ്ത വി വിൽ സബ്മിറ്റ് കൈലാസ ബൈ ഹെലികോപ്റ്റർ. ഓക്കെ, എന്നിട്ട് സീറോ റിപ്പോർട്ട്സ് ഓഫ് വാട്ട് ഹാപ്പൻഡ്. നോ റിപ്പോർട്ട്സ്, നോ എവിഡൻസ്, ആരൊക്കെയാ പോയെന്നില്ല, സബ്മിറ്റ് ചെയ്തോന്നുണ്ടോ ഇല്ല. പക്ഷെ അത് പോകുന്ന മാത്രം ഡോക്യുമെന്റ് ചെയ്ത് അവിടെ എത്തുന്നതിന് തൊട്ട് പിന്നെ ഡോക്യുമെന്ററി കേട്ടോ, ഡോക്യുമെന്റേഷൻ ഈസ് ഗോൺ. അവർ പറയുന്നത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് കുറെ പേര് പറയുന്നുണ്ട്, പറ്റിയിട്ടില്ല എന്ന് കുറെ പേര് പറയുന്നുണ്ട്. ബട്ട് നോ എവിഡൻസ്, നോ വാട്ട് ഹാപ്പൻഡ്. കാരണം എന്തുവാ നടന്നേ അത് പറയുന്നില്ല. മിക്കവരും എനിക്ക് തോന്നുന്നു അവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ് എന്തോ അവിടെ ചെല്ലുമ്പോൾ ഇടിമിന്നലും മഴയും കാരണം തിരിച്ചു വരേണ്ടി വന്നു. ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ്സ് ട്രൂ. കുറച്ച് പേര് പറയുന്നത് ദേ സീൻ unfathomable things and they were scared എന്നോ അങ്ങനെ എന്തൊക്കെ. കൈലാസ ടെമ്പിളിനെ പറ്റി നമ്മൾ കൈലാസ പർവ്വതത്തിനെ പറ്റി നമ്മൾ കൂടുതൽ പറയുന്നില്ല, ബിക്കോസ് ഡെഡിക്കേറ്റഡ് എപ്പിസോഡ് ഫോർ ദീസ് 2 pyramids ആർ കമ്മിങ്. ഡെഡിക്കേറ്റഡ് എപ്പിസോഡ്സ് കണക്ടിങ് ദീസ് 3 pyramids, ഗീസ, കൈലാസ ആൻഡ് അന്റാർട്ടിക്ക. അത് വരും. അതുപോലെ എനിക്ക് വേറൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. നമ്മൾ എത്ര പേര് കേട്ടിട്ടുണ്ട് കുമാരികാണ്ഡത്തെ പറ്റി? കേട്ടിട്ടുണ്ടോ? വലിയ അറിവില്ല. കുമാരികാണ്ഡം എന്ന് പറയുന്ന സാധനം അത് പണ്ടത്തെ കോണ്ടിനെന്റ് അല്ലേ? അത് അത് അവിടെ നിൽക്കട്ടെ, കുമാരികാണ്ഡം നിൽക്കട്ടെ. ലെറ്റ്സ് ഗോ ബാക്ക് ടു അറൗണ്ട് 1800s. ലേറ്റ് 1800s വലിയൊരു കണ്ടുപിടുത്തം നടക്കുന്നു. കാരണം സയന്റിസ്റ്റുമാർക്കൊക്കെ കുറെ കാശായി, ലോകം മുഴുവൻ പിടിച്ചടക്കി ബ്രിട്ടീഷുകാർ. ഇപ്പൊ ബ്രിട്ടീഷുകാർക്ക് ലോകത്തെ മുഴുവൻ ഡേറ്റ ഉണ്ട്. അങ്ങനെ കളിച്ച് അവരൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് കണ്ടുപിടിച്ചു. കാരണം ഓരോ കോണ്ടിനെന്റിൽ ഉണ്ടാകുന്നത് അവിടുത്തെ വെജിറ്റേഷൻ അനുസരിച്ചുള്ള ആനിമൽസ് ആണ്. പക്ഷെ ഒരു ജീവി, ലീമർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ജീവിയാണ്. അത് മാഡഗാസ്കറിലും ഉണ്ട്, എന്താ പറയുന്നത്, സൗത്ത് ഇന്ത്യയിലെ പല ഫോസിലൈസ്ഡുമായിട്ട് കണ്ടിട്ടുണ്ട്, പിന്നെ ഓസ്ട്രേലിയയിലും കണ്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ മറ്റേ ഇന്തോനേഷ്യ സ്ഥലങ്ങളൊക്കെ ഇല്ലേ അവിടെയും കണ്ടിട്ടുണ്ട്. വേറൊരു സംഭവം ഞാൻ പറയട്ടെ, സൗത്ത് ഇന്ത്യൻസ് ആർ വെരി വെരി ക്ലോസ് ടു ഓസ്ട്രേലിയൻ അബോറിജിനൽ. അത് പറയാലോ നമുക്ക് നിൽക്കുക. അപ്പോഴത്തേക്കും ഈ കണക്ഷൻ എങ്ങനെ വരുന്നു എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം സയന്റിസ്റ്റുകൾ നോക്കി ഹൗ ഈസ് ദിസ് ഹാപ്പനിങ്. കാരണം 4 സ്ഥലം വളരെ കടലുകൾ കൊണ്ട് അപ്പുറത്തായിട്ടുള്ളത് ലീമറിന് നീന്തി പോകാൻ ഒരിക്കലും പറ്റത്തില്ല. ദിസ് ഇസ് കോണ്ടിനെന്റ്സ് അപ്പാർട്ട്. അപ്പോൾ പുള്ളിക്കാര് ജിയോഗ്രഫിക്കൽ ഡേറ്റ എടുത്ത് നോക്കുമ്പോൾ പണ്ട് മുങ്ങിപ്പോയ ഒരു കോണ്ടിനെന്റ് വെള്ളത്തിനടിയിലുണ്ടോ എന്നുള്ള സംശയങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ ഈ ലീമറിന്റെ അന്വേഷണം പോയി അവസാനം പുള്ളിക്കാർ സൗത്ത് ഇന്ത്യ വന്നു. സൗത്ത് ഇന്ത്യ വന്നപ്പോൾ തമിഴം ആളുകളില്ലേ, തമിഴ്നാട്ടില് സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ലിറ്ററേച്ചർ ഉണ്ട്. സംഘം ലിറ്ററേച്ചർ ഈസ് നത്തിങ് ബട്ട് പീപ്പിൾ സിറ്റിംഗ് ടുഗദർ. നമ്മുടെ ഉപനിഷത്തുകൾ പോലെ തമിഴ്നാട്ടിലെ ഒരു സാധനമാണ്. ഡിബേറ്റ്സ്, അറിവുകൾ, യുദ്ധങ്ങൾ, ഇതെല്ലാം പാട്ടിന്റെ രീതിയിൽ സംസ്കൃത ലിപികളായിട്ട് എഴുതും. അപ്പം അതിനകത്ത് എഴുതിയിട്ടുണ്ട്, പണ്ട് വെള്ളം കയറി നശിച്ചു പോയ സൗത്ത് ഇന്ത്യയുടെ താഴോട്ടുള്ള ഒരു പാണ്ഡ്യൻ കിങ്ഡം കോൾഡ് കുമാരികാണ്ഡം. കുമാരികാണ്ഡത്തിനെ പറ്റി. ആ കുമാരികാണ്ഡത്തിനെ പറ്റി അപ്പോൾ നമുക്ക് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യെസ്, അവിടെ ജീവിച്ചിരുന്ന എന്താ പറയുന്ന ആളുകൾ, അവിടെ ജീവിച്ചിരുന്ന രാജാക്കന്മാരുടെ ഡോക്യുമെന്റേഷൻ, 10,000 വർഷത്തെ രാജാക്കന്മാരുടെ പേര് വരെ നമ്മുടെ ഉണ്ട്. ദാറ്റ് കനോട്ട് ബി മെയ്ഡ് അപ്പ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് അത് എവിടം വരെ ഉണ്ടായിരുന്നു, അങ്ങേ അറ്റം മുതൽ അവിടുത്തെ ലാൻഡും ടച്ച് ചെയ്യുന്നു, ഇവിടുത്തെ ലാൻഡും ടച്ച് ചെയ്യുന്നു, ഇന്ത്യയും ടച്ച് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആളുകൾ ഇത് അവിടുത്തെ ലാൻഡ് ഇവിടുത്തെ ലാൻഡ് ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ എല്ലാം ഉള്ളത്, ഇവർ പോയി നോക്കിയപ്പം ലീമൂർസ് ഉള്ള അതേ സ്ഥലങ്ങളാണ് കുമാരികാണ്ഡത്തിൽ പറഞ്ഞേക്കുന്നത്. മാഡഗാസ്കർ, സൗത്ത് ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ. അങ്ങനെ ആളുകൾ ഈ 3 സ്ഥലങ്ങളിലും ബ്രിട്ടീഷേഴ്സ് പോയി. മാഡഗാസ്കറിലെ ആളുകളെ കണ്ടിട്ടുണ്ടോ? നല്ല ഡാർക്ക് സ്കിൻഡായിട്ട് നമ്മൾ ആഫ്രിക്കൻസ് എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനങ്ങളാണ്. അതേസമയം അവർ അടുത്തത് നിന്ന് തമിഴ് അബോർജിൻസിലോട്ട് വന്നു. തമിഴ് അബോർജിൻസ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ദേ ലുക്ക് ദ സെയിം ബട്ട് എ ലിറ്റിൽ ഷോർട്ടർ. അത് കഴിഞ്ഞ് ഇവർ ഓസ്ട്രേലിയയിൽ പോയി. ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്നത് ഷെയ്ൻ വാട്സണും ഒക്കെയാണ്. ഗൈസ്, ഇവര് 2 തലമുറകൾക്ക് അല്ലെങ്കിൽ 3 തലമുറകൾക്ക് മുന്നേ ഇന്ത്യ ഇൻവൈഡ് ചെയ്ത പോലെ ഓസ്ട്രേലിയ ഇൻവൈഡ് ചെയ്ത് ആളുകളെ കൊന്നൊടുക്കി ആ രാജ്യം മൊത്തം മാസക്കർ ചെയ്ത് കൊന്ന് ഇല്ലാതാക്കി പിടിച്ചടക്കിയതാണ്. നിങ്ങൾ ഇപ്പൊ ഗൂഗിൾ എടുത്ത് ഇപ്പൊ പോസ്റ്റ് ചെയ്തോ, വീഡിയോ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഗൂഗിൾ എടുത്ത് ആഫ്രിക്കൻ ഒറിജിനൽ അല്ലെങ്കിൽ ആഫ്രിക്കൻ നേറ്റീവ് പീപ്പിൾ അടിച്ചു നോക്ക്, നിങ്ങൾക്ക് തമിഴന്മാരെ കാണാം. സത്യമായിട്ടുള്ള കാര്യമാണ്. അല്ല, ആഫ്രിക്കൻ അല്ല, ഓസ്ട്രേലിയൻ പീപ്പിളിനെ, ഓസ്ട്രേലിയൻ നേറ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഒറിജിനൽ ആയിട്ടുണ്ടായിരുന്ന പീപ്പിളിനെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തമിഴ് ആളുകൾ ഓസ്ട്രേലിയയിൽ ഇരിക്കുന്ന കാണാം. നമ്മളൊക്കെ പോണ്ടിച്ചേരിയിലൊക്കെ പോകുമ്പോൾ ഇരിക്കുന്ന ആളുകളില്ലേ, പിള്ളേരും എല്ലാവരും. അപ്പോൾ ഇവർ പിടിച്ചു വന്ന്
ആളുകളെ കൊന്നു. എന്നിട്ട് ഈ ബ്രിട്ടീഷുകാർ തെണ്ടിച്ചറ്റകൾ ഇവരെ ചാവാനും ഇവരെ പെട്ടെന്ന് കൊല്ലാനും വേണ്ടി ഒരു നിയമം ഇറക്കി. ലോക്കൽ ഫ്ലോറയിലും ഫോണയിലും ഉൾപ്പെടുത്തുന്ന ഹണ്ടബിൾ ആനിമലാക്കി അവിടുത്തെ ആളുകളെ. ഫോർ ബോൺസ്, ഫോർ ഫ്ലഷ് ആൻഡ് ഫോർ അതർ മീൻസ്. മനുഷ്യന്മാർ, ഗൈസ് ഡു യുവർ റിസർച്ച്. മനുഷ്യന്മാർ ഇൻ ഓസ്ട്രേലിയ was considered as an huntable flora and fauna in while the period of Britishers entering that period. എന്തിനാണ്? അവരെ പെട്ടെന്ന് ഹണ്ട് ചെയ്യാനും. രാവിലെ നമ്മൾ പോത്തില്ലേ ഗോൾഫും ഷട്ടിൽ ബാറ്റും ഒക്കെ എടുത്ത് നിങ്ങൾ കളിക്കാൻ പോത്തില്ലേ, അതുപോലെ ഇവന്മാർ രാവിലെ തോക്കും ഉണ്ടയും ഫുഡും ഒക്കെ ആയിട്ട് കെണി വെച്ച് ആളുകളെ വെടിവെച്ച് കൊന്ന് ഫൺ ഗെയിം ആയിരുന്നു. മനുഷ്യര് എന്തുകൊണ്ടാണ്? അവർ കറുത്തിരുന്നത് കൊണ്ട്. എനിക്കിത് പറയുമ്പോൾ ഭയങ്കര ബാഡുണ്ട്. കറുത്തിരുന്നത് കൊണ്ട് അവർ മനുഷ്യരല്ല എന്ന് പറഞ്ഞ് അവർ കാട്ടിലെ ജീവികളാണെന്നും അവരെ ഹണ്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ നിയമം ഇറക്കിയ ടീംസാണ് ഈ ബ്രിട്ടീഷുകാർ. ഇതുപോലെ ഇവർ ആഫ്രിക്ക കീഴടക്കി, ഇവർ ഇതുപോലെ യൂറോപ്പ് കീഴടക്കി, ഇതുപോലെ ഇവർ ഓസ്ട്രേലിയ കീഴടക്കി, ഇതുപോലെ ഇവർ നോർത്ത് അമേരിക്കയിൽ ഇത് തന്നെയാണ് ചെയ്തത്. നോർത്ത് അമേരിക്ക കീഴടക്കി. അവർ കീഴടക്കിയിട്ട് തിരിച്ചു പോയ ഒന്നോ രണ്ടോ രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും പിന്നെ നമ്മുടെ ജപ്പാനും ഇന്ത്യയൊക്കെ. ഇവിടെ മാത്രമേ നമ്മൾ റെസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. എന്നാലും ഇവർ പോയപ്പോൾ അവരുടെ മതവും അവരുടെ കൾച്ചറും എല്ലാം ഇട്ടിട്ട് പോയി. ഇപ്പോഴും കമൻസിൽ ഇപ്പോൾ വരും അവർ വന്നുകൊണ്ട് നമ്മൾ ടെക്നോളജിക്കലി വലുതായില്ലേ എന്ന്. എടാ, നിന്റെ അപ്പൂപ്പനെ കൊന്നിട്ട് നിനക്ക് കുറച്ച് ടെക്നോളജി തന്നാൽ നീ ടെക്നോളജി വാങ്ങിച്ചിട്ട് ചിരിക്കുവോ? ഗൈസ് ശരി കേട്ടോ. ഓസ്ട്രേലിയൻ അബോറിജിനൽ ജനസൈഡ് ഈസ് ഓൺ വിക്കിപീഡിയ. യെസ്, ഇറ്റ് ഈസ് എടാ, ദിസ് ഈസ് ഓൺലി 150 to 200 years ago. അതുകൊണ്ട് അവർക്ക് അത് ഹിസ്റ്ററിയിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ദിസ് ഈസ് റിപ്പോർട്ടഡ് ഇൻ ന്യൂസ് ചാനൽസ് അക്രോസ് ദ വേൾഡ്. അന്നൊക്കെ ന്യൂസ് ചാനലുകൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഷട്ടിൽ കളിക്കാൻ പോകുന്ന പോലെ അവർ രാവിലെ തോക്കെടുത്ത് ഹണ്ടിങ്ങിന് പോകും, മനുഷ്യരെ പോയിന്റ് വെച്ച് കൊല്ലും. ഇറ്റ്സ് എ ഫൺ ഗെയിം ബാക്ക് ദെൻ. ഫ്രം 300,000 3 ലക്ഷത്തിൽ നിന്ന് 90,000 വളരെ ചുരുക്കം സമയങ്ങളിൽ ബിക്കോസ് ഓഫ് വയലന്റ് ഡിസ്റപ്ഷൻസ് ആൻഡ് വയലൻസ് എന്നൊക്കെ പറഞ്ഞ് ബാഡ് കൊന്നൊടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുമാരിക്കാണ്ഡത്തിന്റെ തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത്. മാഡഗാസ്കർ, നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കണം. മാഡഗാസ്കർ, ഇന്ത്യയുടെ സൗത്ത്, ഓസ്ട്രേലിയ, ഇത് മൂന്നും കണക്ട് ചെയ്തേക്കുന്ന ഒരു കോണ്ടിനെന്റ് ആയിരുന്നു. ഈ കോണ്ടിനെന്റിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു പാണ്ഡ്യാസ്. ഈ പാണ്ഡ്യാസ് തന്നെയാണ് മാഡഗാസ്കറിലെ നേറ്റീവ്സ്, സൗത്ത് ഇന്ത്യയിലെ നേറ്റീവ്സ്, ഓസ്ട്രേലിയൻ അബോർജിൻ നേറ്റീവ്സ്. ഇവർ 3 പേര് സെയിം ആണ്. ഈ 3 സ്ഥലത്തെയും കോണ്ടിനെന്റ്സും സാധനങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നെങ്കിലും ദേ വർ മോസ്റ്റ്ലി ദ സെയിം. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സ്ഥലം, കുമാരിക്കാണ്ഡം എന്ന് പറഞ്ഞൊരു സ്ഥലം വെള്ളത്തിനടിയിലേക്ക് thousands of years മുങ്ങിപ്പോയി. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഡീപ്പ് എപ്പിസോഡ് നമ്മൾ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ കുമാരിക്കാണ്ഡത്തിനെ പറ്റി ഞാൻ പറഞ്ഞതാണ്. ഈ ബ്രിട്ടീഷുകാർ ചെയ്ത് കൂട്ടിയ നാർത്തരങ്ങൾ ഞങ്ങളെല്ലാ എപ്പിസോഡും ഓരോ നാർത്തരം വീതം പറയും. അങ്ങനെ പറഞ്ഞാൽ ഈ ചാനൽ ഒരു കാക്കത്തുള്ളൊരു എപ്പിസോഡ് വരെ പോകും. കാരണം നമ്മളുടെ അപ്പൂപ്പന്മാരെയും നമ്മളുടെ അപ്പൂപ്പൻ്റെ അച്ഛന്മാരെയും തോക്ക് കാണിച്ച് മതം മാറ്റിയവരാണ് അവർ. എയ്തർ ബെൻഡ് യുവർ നീസ് ടു ഗോഡ് ഓർ യു ഡൈ വിത്ത് യുവർ ഗോഡ്. കൺവേർട്ട് ഓർ ഡൈ. ബ്രോ, ഇന്ന് ഞാൻ കൺവേർട്ട് ആയവരെ പറയുന്നതോ കൺവേർട്ട് ആവാത്തവരെ പറയുന്നതോ അല്ല. നിങ്ങളിൽ ഇപ്പോൾ കൺവേർട്ട് ആയവരുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും അവരുടെ മക്കളുടെ സേഫ്റ്റിക്കും അവർക്ക് ആഹാരം കിട്ടാനും അവർക്ക് ആഹാരമില്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് അരിയും പാക്കറ്റും കൊടുത്ത് കൺവേർട്ട് ചെയ്യിപ്പിച്ചിരുന്നു. ആഹാരം ഉള്ളെടുത്ത് തോക്കും വാളും കാണിച്ച് പെണ്ണുങ്ങളെയും കൊന്ന് കൺവേർട്ട് ചെയ്യിപ്പിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വീട് ഇന്ത്യയിലാണെങ്കിൽ, നിങ്ങൾ ഒരു ഹിന്ദു മതത്തിൽ പറയുന്നവരാണ് എങ്കിൽ, നിങ്ങൾ രാജാക്കന്മാരുടെ മക്കളല്ല എങ്കിൽ, റിമെമ്പർ ദാറ്റ് യുവർ ഫോർഫാദേഴ്സ് ഡിസൈഡഡ് ടു ഗിവ് അപ്പ് ദെയർ ലൈഫ് ദാൻ ടു കൺവേർട്ട്. അങ്ങനെയുള്ള ബ്ലഡിലുള്ള ആളുകൾ നെവർ ക്വസ്റ്റ്യൻ യുവർ ബ്ലഡ് ലൈൻ. നീ എന്നെ കൊന്നോ, പക്ഷേ ഞാൻ എൻ്റെ ദൈവങ്ങളെയോ ഞാൻ എൻ്റെ വേ ഓഫ് ലൈഫിനെയോ വിട്ടു തരില്ല. യു ക്യാൻ കിൽ മീ ബട്ട് ഐ വോണ്ട് കൺവേർട്ട് എന്ന് പറഞ്ഞവരാണ് ഈ രാജ്യത്തിലുള്ള ഓരോ ഹിന്ദുക്കളും. എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിലുള്ള ക്രിസ്ത്യൻസും ഈ രാജ്യത്തിലുള്ള മുസ്ലിംസും അങ്ങനെയാണെന്നല്ല. നോ, അവരുടെ പിള്ളേർ ചിലപ്പം ഞങ്ങളുടെ സർവൈവൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അവരായിരുന്നു സ്മാർട്ടർ. അതുകൊണ്ട് അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി, ഒരു ലൈഫ് ഉണ്ടാക്കാൻ പറ്റി. ഇന്ത്യയിലെ ഇപ്പം വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻസ് കഴിഞ്ഞ 150 വർഷം കൊണ്ട് 90% ഹിന്ദുക്കളായിരുന്നു. പക്ഷേ ഈ 150 വർഷം കൊണ്ട് ഹിന്ദു വെൽത്ത് ഈസ് ലൈക്ക് ബിലോ 40%.
Christians are so smart and so hardworking that they are handling about 40 to 50% of Indian wealth, even though their number is in minority. അപ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിലും നാളെയോ മറ്റന്നാളോ നിങ്ങൾ അമ്മയുടെയോ അപ്പൂപ്പൻ്റെയോ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ ചുമരിൽ ഒരു മുത്തച്ഛൻ്റെ മുതുമുത്തച്ഛൻ്റെ പടം കാണും. അപ്പോൾ ജസ്റ്റ് തിങ്ക് അബൌട്ട് വാട്ട് ഹി വെന്റ് ത്രൂ. So let's move on. Yeah. Let's move on to another topic. You have something to talk about? ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യത്തിനെ പറ്റി ഓർമ്മ വന്നത്. ബ്രോ, വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് വേഡൻ ആൻഡ് ഓൾ ദി കോൺസ്പിറസി? വേഡൻ പാട്ടുകാര്? ഞാൻ പുള്ളിയുടെ പാട്ട് കേൾക്കാറില്ല. ഞാനും പുള്ളിയുടെ പാട്ട് കേൾക്കാറില്ല. ബട്ട് ഞാൻ ഒരു പാട്ടും കേട്ടിട്ടില്ല. എനിക്ക് അങ്ങനെ പാട്ട് ഇഷ്ടമല്ല. അങ്ങനെ പറയുമ്പോൾ എനിക്ക് മറ്റേ ഒരു സാധനം പറയണുണ്ട്. ആൻഡ്രൂ ടേറ്റിന്റെ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറയണേ. ഐ എം നോട്ട് ഹിസ് ഫാൻ, ബട്ട് ചില കാര്യങ്ങൾ പുള്ളി പറയുന്നത് വാലിഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. യു വാണ്ട് ടു ഫീൽ വാട്ട് എ മാട്രിക്സ് ഇസ്. ഒരു മാട്രിക്സ് എന്തോന്ന് ഫീൽ ചെയ്യണോ, എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ലുക്ക് അറ്റ് എ കോൺസെർട്ട്. പീപ്പിൾ, മോസ്റ്റ് ഓഫ് ദം ആർ ഹൈ. They are jumping for God knows what they want. And they are literally looking at a guy and seeing him as a god. പക്ഷെ ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ ഡൗൺഗ്രേഡ് ചെയ്യല്ല. ഐ ബിലീവ്, ഞാനും ഒരു കളറിസ്റ്റ് ആണ്. ഐ ട്രൂലി എൻജോയ് ഓൾ ദ ആർട്ട് ഫോം. എനിക്ക് കളർ തിയറിയും കളേഴ്സിൻ്റെ ഒക്കെ ഭ്രാന്ത് കൂടിയാണ് ഞാൻ പെർഫ്യൂമറി പഠിച്ചത്. ഞാനൊരു ആർട്ടിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുന്ന ഒരാളാണെന്ന് വിശ്വസിക്കുന്നത് തന്നെ. മീഡിയ റിലേറ്റഡ് ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. ഐ ലൈക്ക് ടു റീഡ്, റൈറ്റ്, പെയിന്റ്, ലിസൺ ടു മ്യൂസിക്. പക്ഷേ ദിസ് അബ്സേർഡിറ്റി എന്ന് പറയുന്നൊരു സാധനം വരുമ്പോൾ ഐ ഫീൽ ദാറ്റ് ഇസ് മാട്രിക്സ്. ബ്രോ, ഒരാൾ സ്റ്റേജിൽ നിന്ന് പുള്ളി പാടുക പോലും അല്ല, റെക്കോർഡറാണ്, പാടുന്ന പോലെ ലിപ്സിങ്ക് ചെയ്യുമ്പോൾ ആളുകൾ അവിടെ ചെന്ന് ഇങ്ങനെ കാണിക്കുക. അതൊക്കെ എടാ, എനിക്ക് മനസ്സിലാവുന്നത് വൈ ആർ ദേ ഡൂയിങ് ദിസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഡോപ്പമിൻ കിട്ടുന്നുണ്ടോ? പ്രോബബ്ലി. അതിന് വേറെ സംഭവം ഉണ്ടോ പെടാ? ഐ ബിലീവ് ഇൻ പെൻഡുലംസ് ഓഫ് എനർജി. ഞാൻ റിയാലിറ്റി ട്രാൻസ്ഫറിംഗ് എന്ന് പറഞ്ഞൊരു ബുക്കിനകത്ത് വായിച്ചത്. അതെനിക്ക് ഭയങ്കര ഒരു മൂവിങ് ബുക്കായിട്ട് തോന്നി. അതൊരു മഷ്റൂം വന്നോടിച്ചൊരു കിളി പോയിരുന്നിരുന്ന് എഴുതിയ ബുക്കാണ് റിഗാർഡിങ് ദ എനർജീസ്. അവന്റെ ട്രിപ്പില് അവൻ എന്നും ഈ മഷ്റൂം അങ്ങനെ എന്തോ സംഭവം, വ്ളാദിമിർ സീലാൻഡ് എന്ന് പറയും, മഷ്റൂം എന്തോ സംഭവം, എന്നും പുള്ളി എന്തോ ചെയ്ത് ഒരു പെൻഡുലംസ് ഓഫ് എനർജി പുള്ളിക്ക് ഫീൽ ചെയ്യും എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഒരു പോയിന്റ് ഓഫ് സ്പേസിൽ ഒരേ സാധനം ചിന്തിക്കുമ്പം അവിടെ ഒരു സ്പെസിഫിക് പെൻഡുലം ഉണ്ടാവും വെച്ചോ. അതേപോലെ ഒരു കോൺസെർട്ട്, അത് ഒരു ഇത് അറിയാവുന്ന ഒരു എനർജി അല്ലെങ്കിൽ സോഴ്സിന് ചാനൽ ചെയ്യാൻ പറ്റും. അതെ. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോൺസെർട്ടിൽ പോകുമ്പം ഒരു 500 പേര് ഒരു കോൺസെൻട്രിക് സ്പേസിൽ അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്റ്റഡ് സ്പേസിൽ നിന്ന് ഒരു ടൈപ്പ് ഓഫ് എനർജി എമിറ്റ് ചെയ്യുക. അത് ലൈക്ക് ദേ മൈറ്റ് നോട്ട് നോ ദ സയൻസ് ഓർ ദി. അവര് യഥാർത്ഥത്തിൽ ഒരു പാട്ട് പാടുമ്പോൾ ആ പാട്ട് ഈസ് എ മന്ത്ര ആൻഡ് ദർ ചാൻഡിങ് സിലബിൾസ്. വി തിങ്ക് ഇറ്റ് ഈസ് ഇംഗ്ലീഷ് സോങ്സ് ആൻഡ് വി തിങ്ക് ഇതൊക്കെയാണ്. ബട്ട് most of the songs in 2020 to 2024, when you read the lyrics, they are demonic songs. Demonic songs in the frequency 434 അങ്ങനെ എന്തോ ഒരു ഫ്രീക്വൻസിയിലാണ്. അങ്ങനെ 369 ഗോഡ് ഫ്രീക്വൻസി. ഒരു 3434 അങ്ങനെ എന്തോ സ്പെസിഫിക് ഫ്രീക്വൻസിയിലാണ്. ആ ഫ്രീക്വൻസിയിൽ എല്ലാ സ്ഥലത്തു നിന്നും ബ്ലാസ്റ്റ് ഇട്ടിട്ട് നടുക്ക് നിന്ന് ആളുകൾ ഇംഗ്ലീഷിൽ നിന്ന് എന്താ പറയുന്നത്, റേപ്പ് യുവർ ഫാദർ, fuck your mother, ഇതെല്ലാം പറഞ്ഞ് ഇത് ചാൻഡ് ചെയ്ത് പാട്ടിക്കൊണ്ടിരിക്കുകയാണ്. കിൽ യുവർ ചൈൽഡ്, ഇതും കട്ടിയണേ എന്നൊക്കെ പറഞ്ഞ് വൃത്തികെട്ട കാര്യങ്ങൾ പറഞ്ഞ് ചാൻഡ് ചെയ്ത് മാക്സിമം എനർജിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ പോയിന്റ് ഓഫ് വ്യൂ പറയട്ടെ. ചില നല്ല ആർട്ടിസ്റ്റുമാരുണ്ട്, അവരുടെ കോൺസെർട്ട് കാണാൻ പോകുന്നവർ തന്നെ ഇതും പോകുന്നു. ഫോർ എക്സാമ്പിൾ വിനീത് ശ്രീനിവാസന്റെ കോൺസെർട്ട് കാണാൻ പോയിട്ടുണ്ട്. പുള്ളി അങ്ങനെ ഡിമോണിക് സോങ്സ് ഒന്നും എഴുതാറില്ല. എനിക്ക് കോൺസെർട്ട് എന്ന പരിപാടിയെ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ we are not wise enough to judge a concert. No, I am wise enough to have my own opinion. ഞാൻ അതല്ലേ പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ല എന്നേ പറഞ്ഞോളൂ. And I am decoding the science behind these concert. പക്ഷെ എനിക്ക് കോൺസെർട്ട് ഇഷ്ടമല്ല. ആളുകൾ ഇവിടെ നിന്ന് ചാൻറ്റ് ചെയ്യാണ് and they are giving off so much energy. And somebody is utilizing all this. നമ്മൾ ഒരു കോൺസെർട്ടിന് പോവാന്ന് പറഞ്ഞാൽ 90% of that is brokies trying to have a little bit dopamine. That is a very valid point. Yes. I never seen a rich millionaire going to a concert. And ചിലപ്പം നമ്മൾ പോകാൻ വേണ്ടി പരസ്യത്തിന് വേണ്ടി അതും പൈസ മേടിച്ചിട്ട്, അല്ലാതെ 90% of them are brokies going to have a dopamine and for Instagram reels. നമ്മളുടെ എനർജി എല്ലാം കൊടുക്കുക, നമ്മളുടെ എനർജി എല്ലാം അവിടെ നിന്ന് സക്ക് ഔട്ടായി ഡ്രെയിൻ ചെയ്യുക. വി ആർ തിങ്കിങ് വി ആർ ഗെറ്റിംഗ് സംതിങ്, ബട്ട് വാട്ട് ഹാപ്പൻസ്?
ഓൾ ദിസ് എനർജി ഈസ് ഗെറ്റിംഗ് അബ്സോർബ് ബൈ സംതിങ്. എന്നിട്ട് അത് ചാനൽ ചെയ്ത് ഈ കോൺസെർട്ട് നടത്തുന്നവൻ എന്തുവാ, അവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇഫ് ഇറ്റ് ഈസ് എ ഗുഡ് ഗായ് ഹി ഈസ് ഗെറ്റിംഗ് ബെറ്റർ, ഇവൻ ഈസ് എ ഡിമോണിക് ഗായ് ഹി ഈസ് ഗെറ്റിംഗ് മോർ ഡിമോണിക്. നമ്മൾ ടോപ്പിക് കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, വേടൻ എനിക്കത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇവരെന്തീ കാണിക്കുന്നത് ബ്രോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പറയാനും പറ്റത്തില്ല, പറയാതിരിക്കാനും പറ്റത്തില്ല. എങ്ങനെങ്കിലും നിങ്ങൾ ഈ പാർട്ടി ഒന്ന് വോട്ട് ചെയ്ത് തോപ്പിക്കുക. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നാളെ ഈ ചാനലും പോകും. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൂപ്പറാന്നേ പറയാൻ പറ്റൂ. എന്ത് സീനാടേ. എനിക്ക് വേറൊരു സാധനം എടേ, നിങ്ങളുടെ മന്ത്രി 4 മിനിറ്റിന്റെ 2 മിനിറ്റിന്റെ 4 വീഡിയോ എടുത്തതിന്റെ ബില്ല് ഇന്നലെ വന്നു, 2 കോടി രൂപ. ഐ മീൻ അത് ഷൂട്ട് ചെയ്ത് അറിയില്ല. എടേ, ഞാനും നീയും ഒക്കെ നിങ്ങളിത് കാണുന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും IT പോയി നൈറ്റ് ഷിഫ്റ്റും എടുത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ പോയി രാവിലെ തൊട്ട് വൈകിട്ട് വരെ കണക്കും എഴുതി, അല്ലെ ചാക്കും എടുത്ത് 4 ലക്ഷം രൂപ 40 2 crores 2 CR 4 മിനിറ്റ് വീഡിയോ, സോറി 2 മിനിറ്റിലുള്ള 4 വീഡിയോയ്ക്ക്. അഭിലാഷ്, ഞാൻ ഒരു വീഡിയോ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ് ഇവന്മാർ ഈ കൊണ്ട് തൊലയ്ക്കുന്നതെന്നുള്ള ബോധം വേണം. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, മറ്റേ സംഘി ആയിക്കോട്ടെ, സുഡാപ്പി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങളിത് മനസ്സിലാക്കണം. നമ്മൾ കഷ്ടപ്പെട്ട് അടയ്ക്കുന്ന ടാക്സ് എവിടെ പോന്നു? റിയാസിന്റെ ടീമിനും പാരച്യൂട്ടിൽ പോവാനും അതിന്റെ പൈസ വേറെ. ആ പാരച്യൂട്ടിന്റെ പൈസ നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് ക്യാമറയിൽ എടുത്തിട്ട് റീലാക്കാൻ വേണ്ടി 2 crores മാൻ. ഞാൻ ഫോർ 2 crores ഞാൻ നിങ്ങളും കൂടെ ഒക്കെ ടാക്സ് അടയ്ക്കണമെങ്കിൽ എത്ര വർഷത്തെ എത്ര പാവപ്പെട്ടവരുടെ ടാക്സാ? ഫോർ റെഫറൻസ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാനിപ്പം ഇവര് എത്ര ഹയസ്റ്റ് ക്വാളിറ്റി വീഡിയോസിന്റെ കാര്യം പറഞ്ഞാൽ ഐമാക്സ് മാസ്റ്ററിംഗ് വീഡിയോസ് പറയട്ടെ, ഇവിടെ നമ്മുടെ നാട്ടിലെ ഒരു പ്രൈസ് പറയാം. എനിക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നെങ്കിൽ, ഇപ്പം എന്റെ ക്യാമറയ്ക്കകത്ത് 6K ProRes ഓപ്പൺ ഗേറ്റ് ഐമാക്സ് ഷൂട്ട് ചെയ്തെന്ന് വെച്ചോ, ഒരു ദിവസത്തേക്ക് 5000 രൂപ കൂടുതൽ ഒരാൾ റെന്റ് എടുക്കത്തില്ല. ബ്രോ, 5000 പോട്ടെ, 10000 പോട്ടെ, അല്ലേ പോട്ടെ, പിടി 1 ലക്ഷം രൂപ വട്ട ചെലവ് കഴിഞ്ഞിട്ട് ഇവൻ മണാലി പോയി തിരിച്ചു വന്നത് വിചാരിക്കണം. ഞാൻ 5000 രൂപയ്ക്ക് കേട്ടോ ചെയ്യണം. അതുകൊണ്ട് ഹിറ്റ് മീ അപ്പ്. 6K ProRes നിങ്ങൾക്ക് ഐമാക്സിലും മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഫുട്ടേജ്. അപ്പൊ 1 ലക്ഷം രൂപ ആയിക്കോട്ടെ, ബാക്കി 199 ലക്ഷം എവിടെ പോയിടെ? ഒന്നല്ലേ, അവരുടെ ട്രാവലിംഗും എക്സ്പെൻസസും എല്ലാം കൂടെ 10 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ. എങ്ങനെയാണ് നമ്മുടെ ചുമ്മാ അവര് പോകുന്ന? അപ്പൊ ബാക്കി 160 ലക്ഷം രൂപ എവിടെ? എടാ, എന്നിട്ട് ഈ നമ്മളെ പോലുള്ളവർ വി ആർ ബൈയിങ് ഇറ്റ് ആൻഡ് നോട്ട് ഈവൻ ക്വസ്റ്റ്യനിങ്. പാവങ്ങളുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാവങ്ങളുടെ പാർട്ടി ആയാലും പണക്കാരുടെ പാർട്ടി ആയാലും ഗൈസ്, ഇത്രയും കാശ് എവിടെ പോയി നമുക്ക് ചോദിക്കണം. ഒരു മന്ത്രിക്ക് ടൂറിസത്തിന് റീൽ എടുക്കണമെങ്കിൽ ഹീ ഷുഡ് ബി അക്കൗണ്ടബിൾ. 10000 രൂപ കൊടുക്കാവൂ. 10000 രൂപയ്ക്ക് എടുത്താൽ മതി ആഡ്. കാരണം അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഈ സംസ്ഥാനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 2 കോടി രൂപയ്ക്ക് ആഡ് എടുക്കുക, അത് 2 മിനിറ്റിന്റെ 4 വീഡിയോ. You are talking too much about communist party, Rocky. Communist party is too good. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിപൊളിയാണ് ഗൈസ്, ഞങ്ങളുടെ ചാനൽ ബ്ലോക്ക് ചെയ്യല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, പാവങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞ് പറ്റിക്കും. എനിക്ക് സങ്കടം വരും. എന്റെ കോളേജിലൊക്കെ കമ്മ്യൂണിസ്റ്റ് സുഡാപ്പികളെ കാണുമ്പോൾ ഐ ഫീൽ സോ സോറി ദാറ്റ് കമ്മികൾ സുഡാപ്പികളല്ലല്ലോ. സുഡാപ്പി ആരാണ്? BJP അല്ല, SDPI മുസ്ലിംസ്. ഓക്കെ, സോറി. ഇവരെ കാണുമ്പോൾ എനിക്ക് വിഷമം വരുന്നത്. കാരണം ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. സോഷ്യൽ ഹൈറാർക്കീസ് ആർ ദെയർ, ഇല്ലേ? ദെർ ആർ റിച്ച് പീപ്പിൾ, ദെൻ ദെർ ആർ മാനേജേഴ്സ്, ദെൻ ദെർ ആർ സൂപ്പർവൈസേഴ്സ്, ദെൻ ദെർ ആർ വർക്കേഴ്സ്. ഇത് പറയുന്നതുകൊണ്ട് ഒന്നും തോന്നുന്നത് ദിസ് ഇസ് എ റിയാലിറ്റി. ആൻഡ് എവറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗായ് ഈസ് എ ബേസ് ലൈൻ വർക്കർ എക്സെപ്റ്റ് ദ ലീഡേഴ്സ്. കാരണം നിങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടെങ്കിൽ നോക്കിക്കോ, അവൻ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനായിരിക്കും. ആ പാവപ്പെട്ടവൻ്റെ അടുത്ത് ഈ കള്ളത്തരം നടക്കൂ. കാരണം പാവപ്പെട്ടവനല്ല, കുറച്ച് പൊളിറ്റിക്സ് അറിയാം, ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാം, എല്ലാം അറിയാവുന്ന ഒരുത്തൻ വിൽ നെവർ ഗോ ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കാരണം ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുമ്പോൾ മറ്റേ ASF കമ്മ്യൂണിസ്റ്റ് പാർട്ടി ASFന് വേണ്ടി കൊടി വെക്കാൻ ഞങ്ങൾ കൊണ്ടുവച്ചതാണ്. ഞാൻ ഒരു ASFകാരനാണ്, ഇപ്പോഴും ഞാൻ ഒരു ASFകാരനാണെന്നാണ് എൻ്റെ കൂട്ടുകാർ ചോദിക്കുന്നത്. ബട്ട് നൗ ഐ ഡോണ്ട് ഹാവ് എ പാർട്ടി. ഇവൻ SFIയുടെ നേതാവായിരുന്നു. കോളേജിൽ ഇലക്ഷന് നിന്ന് വിവരമില്ലാത്ത സമയം, ഇലക്ഷന് നിന്ന് SFIയുടെ ഇതിന് നിന്ന് ജയിച്ച ആളാണ്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി വാട്ട് ഈസ് ദിസ് പാർട്ടി. ഞാൻ ആ SFIയുടെ അകത്ത് 1 വർഷം വർക്ക് ചെയ്തപ്പോൾ ഐ അണ്ടർസ്റ്റുഡ്. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ എനിക്കൊരു റിഗ്രറ്റും ഇല്ല. തലപ്പത്തിരിക്കുന്നവൻ എങ്ങനെ താഴെ ഇരിക്കുന്നത് മുതലെടുക്കുമെന്ന് മാത്രം 100%.
വേണ്ട, ബാക്കി എനിക്ക് പറയണ്ട. Yeah. കാരണം വി ആർ ഇൻ ടൈംസ് അപ്പ് ഗൈസ്, ടൈംസ് അപ്പ് ആയി വരുന്നു. സോ എനി ലാസ്റ്റ് ഒരു രണ്ട് കാര്യം കൂടെ പറയാനുണ്ട് എനിക്ക്. ഇവർക്ക് എന്നെ കുറച്ച് പേര് ഞാൻ പറയുന്നത് ഫ്രീ ഫ്ലോ ചെയ്യണം, ടോക്ക് മോർ എന്നൊക്കെ പറയുമ്പോൾ എന്റെ ജോബ് ഈസ് ടു റെസ്ട്രിക്ട് ഹിം സ്പീക്ക് ആൻഡ് കീപ് തിങ്സ് ഇൻ ചെക്ക്. You got 1 minute. അല്ല ഒരു കാര്യമുണ്ട്, ഇവര് ഭയങ്കരമായിട്ട് ഇത് ചെയ്തു. ദേ നീഡ് എ ടോപ്പിക് ടു റിസർച്ച് എവറി ഡേ. ബിക്കോസ് ലാസ്റ്റ് ടൈം എല്ലാവരും ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ടോപ്പിക് തരാം, മറ്റേ അഫ്ഗാനിസ്ഥാന്റെ കാര്യം നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യണം. അതുപോലെ ഈ തവണ തരുന്ന ടോപ്പിക് എന്താന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക്, കുറച്ച് മാസങ്ങൾ, ഒരു വർഷം എന്തോ ആയെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് റിമെമ്പർ ദ ഡേറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് 2022 ഓർ ഐ ഡോണ്ട് നോ. വി ഫൗണ്ട് എ ഹ്യൂമൻ മെയ്ഡ് ബെൽ വിച്ച് ഹാസ് എ ഗരുഡ സിംബൽ ഇൻസൈഡ് എ കോൾ മൈൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളിനകത്ത് ഈ സാധനം വരാൻ പറ്റത്തില്ല. കാരണം കോള് പൊട്ടിച്ച് അകത്ത് ചെന്നപ്പോൾ കോളിന്റെ മലയുടെ അകത്ത് ഇങ്ങനെ വലിയ പർവ്വതമാണ് കോള്. ഇത് പൊട്ടിച്ച് അകത്തകത്ത് ചെന്ന് എക്സ്കവേറ്റ് ചെയ്ത് അകത്ത് ചെന്നപ്പോൾ മൗണ്ടൻ്റെ അകത്ത്, കോൾ മൗണ്ടൻ്റെ അകത്ത് ഒരു ഗോൾഡൻ പോലത്തെ ഒരു മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു ഗരുഡ റിങ്. ആ ഗരുഡ റിങ് അവിടെ എത്തണമെങ്കിൽ അത് എങ്ങനെ എത്തി എന്നറിഞ്ഞുകൂടാ. അപ്പം ഡേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ഗരുഡ റിങ്ങിന്റെ ചുറ്റുമുള്ള കോള് ഡേറ്റ് ചെയ്തു 230 million years ago. ആ ഗരുഡ ബെല്ല് അതിനകത്ത് വരണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻസൈഡ് ഇറ്റ് 230 million years ago. അപ്പോൾ അതിനകത്ത് 2 പ്രോബ്ലം ആണുള്ളത്. ഒന്നെങ്കിൽ നമ്മൾ പഠിച്ച പോലെ, ഒന്നെങ്കിൽ ഹിസ്റ്ററി ഈസ് റോങ്. 230 million years ago എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ബിഗ് സ്ട്രെച്ച്. അതിനകത്ത് നമ്മൾ അപ്പത്തേനും ഭൂമി വന്നത് മറ്റേ വേറൊരു പ്ലാനറ്റിൽ നിന്ന് പൊട്ടി 2ആയി ഭൂമിയും ചന്ദ്രനും ഉണ്ടായി എന്ന് പറയുന്ന തിയറിയിലോട്ട് പോണ്ടി വരും. ആ പ്ലാനറ്റിൻ്റെ പേരാണ് ടിമോട്ടസോ. ഞാൻ എൻ്റെ പേര് അടുത്ത എപ്പിസോഡിൽ പറയാം, ഞാൻ മറന്നുപോയി. അതൊരു കഥയാണ്. സോ ടോപ്പിക് അതുപോലെ തന്നെ ഇത് തെറ്റല്ല എന്ന് പറയുവാണെങ്കിൽ കോൾ ഈസ് ഫോമിങ്. ഡൈനോസർ ചത്തിട്ട് ഡൈനോസറിന്റെ അപ്പിയും ഡൈനോസറിന്റെ ബോണും എല്ലാം കൂടെ ദ്രവിച്ചാണ് പെട്രോളിയം കോൾ ഉണ്ടാവുന്നത് പറയുന്നത് തെറ്റ്. കാരണം ഡൈനോസറിന്റെ മുന്നേ ആളുകൾ എന്തായാലും ഗരുഡ ബെൽ ഉണ്ടാക്കാൻ തുടങ്ങുന്നില്ല. സോ അതിന് എന്തോ ഒരു സെർച്ച് ചെയ്യണ്ടേ? അതിന് എന്തോ സെർച്ച് ചെയ്യണ്ടേന്ന് വെച്ചാൽ ഹൗ ഡിഡ് എ ബെൽ, മാൻ മെയ്ഡ് ബെൽ came into a structure that was formed 230 million years ago. Is our history fake? This was found where? അസർബൈജാനും എവിടെയാണെന്ന് തോന്നുന്നു. You have to search it guys. Garuda Bell inside coal mine. അത് നിങ്ങൾ സെർച്ച് ചെയ്യുക, you will find so many things. So we are winding up. Yeah. In last words? ഇനി ലാസ്റ്റ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ അടുത്തത് ഇനി വരാൻ പോകുന്നത് ഗസ്റ്റുമായിട്ടാണ്. അതിൻ്റെ അടുത്തത് വരുന്നത് പിരമിഡ് ആൻഡ് മൗണ്ട് കൈലാഷ്. അത് കഴിഞ്ഞ് വി ആർ കമ്മിങ് അപ്പ് വിത്ത് ദി പ്ലാനറ്ററി അലൈൻമെന്റ്സ് ആൻഡ് ഗരുഡ പുരാണ. എന്ന് പറഞ്ഞാൽ ഗരുഡ പുരാണ അങ്ങോട്ടും ഇങ്ങോട്ടും ഗരുഡന്മാർ കൊത്തിയതല്ല. ആൻഡ് ഇറ്റ് വാസ് എ പ്ലാനറ്ററി മൈൻഡ് ബോഗ്ലിംഗ്സ്. അതൊരു പ്ലാനറ്ററി ഇന്റർ പ്ലാനറ്ററി വാർ ആണെന്നുള്ള എവിഡൻസുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. So guys, it's Sri here. We hope we are wrong. Talk to you guys later. Bye guys. Love you. Yeah.